നമസ്കാരം. ഞാൻ രാജലക്ഷ്മി, ഇന്ദിരാഗാന്ധി റീജിയണൽ സെൻറ്റർ കൊച്ചിയിൽ നിന്ന് BPSC 131-ൻ്റെ അവസാനത്തെ 2 ലെസൺസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് 13-ഉം യൂണിറ്റ് 14-ഉം. ഈ 2 ലെസണോട് കൂടി ഈ BPSC 131-ൻ്റെ സബ്ജക്റ്റിൻ്റെ കംപ്ലീറ്റ് യൂണിറ്റ്സ് കവർ ആവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ടോപ്പിക്കായിട്ട് നമ്മൾ യൂണിറ്റ് 13-ലേക്ക് പോകുന്നു. അത് കഴിഞ്ഞിട്ട് 14 കഴിഞ്ഞു. പിന്നെ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ റെഫർ ചെയ്താൽ മതി. അതായത് നമ്മുടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് ശേഷം നമ്മളുടെ ഈ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്തിന് ശേഷം ഇവിടെ നമ്മളുടെ ഇന്ത്യയിൽ പല വിധത്തിലുള്ള വിവേചനങ്ങൾ ഉണ്ടായിരുന്നു. വിവേചനങ്ങൾ എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ജാതി അനുസരിച്ച്, മതമനുസരിച്ച്, പഠിപ്പനുസരിച്ച് ഒരാളെ മറ്റൊരാളിൽ നിന്ന് വ്യത്യാസമായിട്ട് കാണുക. അതിനാണ് നമ്മൾ വിവേചനം എന്ന് പറയുക. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ബ്രിട്ടീഷ് എംപയർ അല്ലെങ്കിൽ ബ്രിട്ടന്റെ കൺട്രോൾ തീർന്ന ശേഷം നമ്മൾ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും പല വിധത്തിലുള്ള വിവേചനങ്ങൾ നമ്മൾ കണ്ടുവരുന്നു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഡിസൈഡ് ചെയ്തത് അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒരു ഉദ്ദേശം നമ്മളുടെ രാജ്യത്തിലുള്ള ഇന്ത്യയിലുള്ള തൽക്കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ജാതിഭേദം അല്ലെങ്കിൽ റിലീജിയൻ അല്ലെങ്കിൽ മതഭേദം ഇങ്ങനത്തെ വിവേചനങ്ങളെ മാറ്റുക, നിർത്തുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് വിചാരിക്കുന്നത്. എന്ത് ചെയ്യണം ഇൻഡിപെൻഡൻസിന് ശേഷം? അപ്പോൾ നമ്മുടെ ഭരണഘടന അതിന് ചില ഏരിയകൾ കണ്ടുപിടിച്ചു. അതിന് വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്യാൻ തുടങ്ങി. ആ വർക്ക് എന്ന് പറയുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരവർ, അതായത് സമൂഹത്തിൽ ഏറ്റവും താഴ്ന്ന തട്ടിൽ നിന്നുള്ള പോപ്പുലേഷൻ അല്ലെങ്കിൽ ആൾക്കാരാണ് കൂടുതലുള്ളത്. അപ്പൊ അവർക്കാണ് സോഷ്യലായിട്ട് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ വളരെ താഴ്ന്ന ലെവലിലുള്ളവരെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരണം. അതായിരുന്നു ഭരണഘടനയുടെ ആദ്യത്തെ ഐഡിയ അല്ലെങ്കിൽ ആദ്യത്തെ പോളിസി. അവരെ മുൻനിരയിലുള്ള ഒപ്പത്തിനൊപ്പം കൊണ്ടുവരിക. അതിനെങ്ങനെ ചെയ്യാൻ പറ്റും? അതിനാണ് നമ്മൾ ഈ ടോപ്പിക്കിന്റെ പേര് പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്നാണ്. പ്രൊട്ടക്റ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? അവരെ ഒരു ഡിസ്ക്രിമിനേഷൻ എന്ന് വെച്ചാൽ വിവേചനം. പ്രൊട്ടക്റ്റീവ് എന്ന് വെച്ചാൽ അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുത്ത് അല്ലെങ്കിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവരെ ബാക്കിയുള്ള ജനതയോടൊപ്പം കൊണ്ടുവരാം അല്ലെങ്കിൽ അവർക്ക് ഒപ്പത്തിനൊപ്പം കൊണ്ടുവരാൻ ചെയ്യുക. അപ്പോൾ നമ്മളുടെ നാട്ടിൽ ആ സമയത്ത് ഇപ്പോഴുമുണ്ട് നമ്മൾ പറയും അതിന് അവർക്ക് ഒരു ഭരണഘടന മുഖാന്തരം അവർക്കൊരു റിസർവേഷൻ എന്ന് പറയാം. റിസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സീറ്റ് റിസർവേഷൻ കൊടുക്കുക അല്ലെങ്കിൽ പ്രത്യേക തരമായിട്ടുള്ള അവർക്കൊരു കൺവീനിയൻസ് കൊടുക്കുക. വളരെ താഴ്ന്ന നിലയിലുള്ളവര്, സാമ്പത്തികമായിട്ടും സാമൂഹ്യമായിട്ടും ജനതയിൽ ഏറ്റവും താഴെ കിടക്കുന്നവർക്ക് അവർക്ക് 30 മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ അവർക്ക് കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിൽ അഡ്മിഷൻ കിട്ടും. അതേസമയം ബാക്കിയുള്ള അപ്പർ ക്ലാസ് അല്ലെങ്കിൽ മേൽക്കോയ്മയുള്ള ആൾക്കാർക്ക് ഹയർ സ്കോർ കിട്ടണം. ഞാൻ വളരെ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞതാണത്. അപ്പൊ അങ്ങനെയുള്ള അവർക്ക് നമ്മള് വിവേചനത്തിന് ഉള്ള വിവേചനം നിർത്തിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് ഇൻഡിപെൻഡൻസ് ശേഷം അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇങ്ങനത്തെ ഐഡിയാസും ഇങ്ങനത്തെ റിസർവേഷൻസും റിവേഴ്സ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പോൾ നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നതിൽ വ്യത്യാസമായിട്ട് അവർക്ക് കൊടുക്കുക. എല്ലാവിധമായ പോസിറ്റീവായിട്ടുള്ള ആക്ഷൻസ് എടുക്കുക. നമ്മൾ പാവകൊണ്ട് പറഞ്ഞാൽ പോരാ, ഇത് പ്രാവർത്തികമാക്കി കൊണ്ടുവരണം. അതേമാതിരി അവർക്ക് അല്ലെങ്കിൽ താഴ്ന്ന തട്ടിലുള്ളവർക്ക് പ്രത്യേകതരമായ ആനുകൂല്യങ്ങൾ കൊടുത്ത് അവരെ ട്രീറ്റ് ചെയ്ത് മേലെ കൊണ്ടുവരിക. അപ്പോൾ ഈ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ വിവേചനത്തിന് നമ്മൾ എങ്ങനെ ചെയ്യാം? ഓരോ സ്റ്റേറ്റും അല്ലെങ്കിൽ ഓരോ സംസ്ഥാനവും അവർക്ക് ആവശ്യമായ വിധത്തിലുള്ള ഗ്രൂപ്പുകൾക്ക് അല്ലെങ്കിൽ ആൾക്കാർക്ക് ബേസ്ഡ് എന്തിനാണ് ഫൗണ്ടേഷൻ ആയിട്ട് പറയുന്നത്?
ജാതി, മതം, ലിംഗം ആൻഡ് അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള അവർ താമസിക്കുന്ന സ്ഥലങ്ങൾ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ പറയുന്നു നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ, അതായത് അവർ താമസിക്കുന്ന ഹില്ലി ഏരിയയിലുള്ളവരാണ്. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്, ആസാം, ആ ഭാഗം, ഇന്ത്യയുടെ ആ ഭാഗം. അതേമാതിരി ജനതയിൽ ആണും പെണ്ണുമുണ്ട്, സ്ത്രീലിംഗവും പുല്ലിംഗവും ഉണ്ട്. അതേമാതിരി ഹിന്ദു, മുസൽമാൻ അല്ലെങ്കിൽ ഷെഡ്യൂൾ കാസ്റ്റ്, എങ്ങനെ പല വിധത്തിലുള്ള മതവിശ്വാസികളുണ്ട്. അതിൽ തന്നെ മതത്തിൽ തന്നെ കാസ്റ്റ്, ജാതി ഉണ്ട്. ജാതി എന്ന് പറയുന്നത് മേൽജാതി, കീഴ്ജാതി, പറയൻ, പുലയൻ, അങ്ങനെ പല വിധത്തിലുള്ള ജാതികളും നമ്മൾ കണ്ടുവരുന്നു. അപ്പൊ ഈ വ്യത്യാസങ്ങൾ ആ മേൽജാതി ബ്രാഹ്മിൻ അല്ലെങ്കിൽ നമ്പൂതിരി അല്ലെങ്കിൽ അങ്ങനെയുള്ള അപ്പർ ജാതിയിലുള്ളവര് അല്ലെങ്കിൽ മേൽക്കോയ്മയിലുള്ളവര് അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾക്കും ഇവർക്ക് ഈ താഴ്ന്ന ലെവലിലുള്ളവർക്ക് കിട്ടാത്തത് കൊണ്ട് അത് കൊടുക്കാനാണ് പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ അവർക്ക് വേണ്ടത് ഗവൺമെന്റ് ആയിട്ട് സഹായ സഹകരണങ്ങൾ കൊടുത്ത് അവരെ മുന്നിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വ്യത്യാസത്തിന്, വിവേചനത്തിന് നമ്മൾക്ക് ഒരു നേർമയായ അല്ലെങ്കിൽ ഒരു ജസ്റ്റിസ് ആയ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു പരസ്പര ധാരണയിൽ കൊണ്ടുപോകണം. ആ പരസ്പര ധാരണ എങ്ങനെയാ വരുന്നത്? സമത്വവും നിയമം പ്രകാരം അത് കൊണ്ടുവന്നാൽ മാത്രമേ അത് നടക്കുന്ന ഗവൺമെന്റിന് മനസ്സിലായി. അതാണ് അവർ ആദ്യമായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോ ഇതിന്റെ അല്ലെങ്കിൽ വിവേചനത്തിന്റെ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഒരു കാരണവശാലും ഒരു സ്റ്റേറ്റും അല്ലെങ്കിൽ ഒരു സംസ്ഥാനവും ഒരാൾക്കും ആ കൺട്രിയിൽ ആ ജനതയ്ക്ക് ഒരു കാരണവശാലും അവരുടെ ഇൻട്രസ്റ്റിനെ അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങളെ മാറ്റി നിർത്താൻ പാടില്ല. പിന്നെ ഇതിൽ നമ്മൾ ആദ്യമായിട്ട് ഇതിനെ എന്ത് ചെയ്യാം, എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അടുത്ത ചോദ്യത്തിൽ വരുമ്പോൾ നമ്മൾ ആർക്കാണോ ആദ്യകാലങ്ങളിൽ ആർക്കാണോ ചരിത്രപരമായും സാമൂഹ്യപരമായും ഏതെല്ലാം വിധത്തിൽ അവരെ ചൂഷണം ചെയ്തിട്ടുണ്ടാവും ആ ചൂഷണങ്ങളൊക്കെ നിർത്തുക, അല്ലെങ്കിൽ അവർക്ക് കിട്ടാണ്ടിരുന്നത് തിരിച്ചു കൊടുക്കുക. അപ്പൊ അങ്ങനെയാണ് ഇതിനെ നമ്മൾ വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവരെ നമ്മൾ ഉയർത്താൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല് വളരെ സൊസൈറ്റിയിൽ വളരെ താഴ്മയിൽ കിടക്കുന്നവർ അല്ലെങ്കിൽ അവർക്ക് ഒരു വിധത്തിലുള്ള സൗകര്യങ്ങൾ കിട്ടാത്തവരെ നമ്മൾ അവർക്ക് വേണ്ടി സൗകര്യങ്ങൾ ഒതുക്കി കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് എല്ലാവിധ നിയമപരമായും സംസ്ഥാനത്തിലും സാമൂഹ്യമായും അവർക്ക് അവരുടെ ന്യായങ്ങൾ കേൾക്കാനും അവർക്ക് ജനതയോടൊപ്പം ഈ ഇന്ത്യൻ ഈ ഇന്ത്യൻ സാമ്രാജ്യത്തിൽ അവരുടേതായിട്ടുള്ള ഒരു സ്ഥാനം ഉറപ്പിക്കാനും ഗവൺമെന്റ് ഉപദേശിച്ചു, അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റോ രാഷ്ട്രമോ ഉപദേശിച്ചത് നമ്മളുടെ ഭരണഘടനയിൽ കൂടിയാണ്. രാഷ്ട്രീയ ഭരണഘടന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വഴിയാണ് ഇത് നമ്മൾ കൊണ്ടുവന്ന് അത് പ്രായോഗികമാക്കി എടുത്തത്. അപ്പൊ ഇതിന് ഇങ്ങനെയുള്ള ഒരു ഡിസ്ക്രിമിനേഷന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു വിവേചനത്തിന് എന്തൊക്കെ കാരണം കൊണ്ടാണ് അതിനെ നമ്മൾ ഫേവർ ചെയ്യുന്നത്? അപ്പോ അവർ പറയുന്നത് എന്താന്ന് വെച്ചാല് എല്ലാവർക്കും ഒരേ മാതിരി ജീവിക്കാൻ പറ്റില്ല. എല്ലാരും ഒരു സമൂഹത്തിൽ ഒരേ മാതിരി ജീവിക്കുന്നവരല്ല. അതേമാതിരി ഒരേമാതിരി സോഷ്യലായിട്ടോ അല്ലെങ്കിൽ സൊസൈറ്റിയില് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് വ്യത്യാസം ഉണ്ടാവും, ഓരോരുത്തരുടെ സാംസ്കാരിക വ്യത്യാസം ഉണ്ടാവും, പഠിപ്പുണ്ടാവും, സാമ്പത്തികം ഉണ്ടാവും, പണക്കാരൻ പാവപ്പെട്ടവന്, അങ്ങനെ പല വിധത്തിലുള്ള വ്യത്യാസങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഈ എന്തൊരു സിസ്റ്റം ആയാലും ശരി അവർക്ക് കിട്ടുന്ന സർവീസ് അല്ലെങ്കിൽ അവർക്ക് കിട്ടാൻ ഉള്ളതിനെ നമ്മൾ കൊടുക്കാണ്ടിരുന്നു ആദ്യകാലങ്ങളിൽ. അപ്പോൾ അതിനെ നമ്മൾ വേണ്ട വിധത്തിൽ തിരിച്ച് അവർക്ക് കിട്ടുന്ന തരത്തിൽ ആക്കി കൊടുക്കണം. അതാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെ വിധത്തിൽ നമ്മൾ അതിനെ ഈ ബാലൻസിനെ അല്ലെങ്കിൽ ഇവർക്ക് കിട്ടാത്ത സർവീസോ അല്ലെങ്കിൽ ഗവൺമെന്റിൽ നിന്ന് കിട്ടാത്തത് ഇത്രയും കാലം അവരെ നമ്മൾ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നു അല്ലെങ്കിൽ അടിച്ചമർത്തിപ്പെട്ടിരുന്നു, അവർക്ക് ഒരു നിയമപരമായി
നല്ല വിധത്തിൽ ഒരു ഫെയർ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യർക്ക് എല്ലാവരെയും ഒരേ മാതിരി കാണുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് പറയുന്നത്. ഇതേ എന്താണ് നമ്മൾ ഈ നിയമപരമായിട്ട് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഫെയർനെസ് എന്ന് പറയുമ്പോൾ റോൾസ് തിയറിയിൽ എന്താ പറയുന്നത് വെച്ചാല് എല്ലാ മോറൽ പ്രിൻസിപ്പിൾസും എല്ലാവിധമായ സാമൂഹ്യമായിട്ടുള്ളതും നമ്മൾ അപ്പോ ഒരു അക്സെപ്റ്റബിൾ ആണോ, ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ, അതാണെന്ന് ചോദിക്കുന്നത്. റാഷണൽ ആയിട്ടാണോ നമ്മൾക്ക് പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റുന്നതോ? ഇപ്പൊ പണ്ട് കാലങ്ങളിൽ കേരളത്തിൽ കണ്ടിട്ടുണ്ട്, ജാതി മതഭേദം അനുസരിച്ച് ഒരു ഒരു നമ്പൂതിരി ഒരു താഴ്ന്ന ജാതിയിലുള്ള സ്ത്രീകളെ കല്യാണം കഴിക്കാൻ പറ്റും. പക്ഷെ അവരിൽ ഉണ്ടാവുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ അവരുമായിട്ട് സംബന്ധം ഉണ്ടാകുന്ന കുട്ടികൾക്കോ നമ്പൂതിരിയുടെ സ്വത്തിന് അവകാശമില്ല. അപ്പൊ അതിനെ അവിടെ അവിടെ കാണപ്പെടുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്പൂതിരി ഒരു ആഢ്യനാണ് അല്ലെങ്കിൽ ഒരു മേൽക്കോയ്മയിൽ ഉള്ള ആളാണ്. സ്ത്രീ എന്ന് പറയുന്നവര് അല്ലെങ്കിൽ അവരുടെ പാടത്ത് പണിയെടുക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കാം. പക്ഷെ അവർ താഴ്ന്ന ലെവലിൽ അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട അവരായതുകൊണ്ട് അവർക്ക് നമ്പൂതിരിയെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനുള്ള ഒരു വിധത്തിലുള്ള പവറുമില്ല. അവർ ജീവിച്ചോളണം, എങ്ങനെയാ ജീവിച്ചോണ്ടിരുന്ന അങ്ങനെ തന്നെ. അപ്പൊ ഈ ഇങ്ങനത്തെ അവിടെ വരുമ്പോൾ ഒരു മേൽക്കോയ്മയും ഒരു എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ അവരെ ചൂഷണം ചെയ്താണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിന് ശരിയല്ല. അതാണ് റോൾസ് പറയുന്നത്. എന്താ വെച്ചാല് ഈ വിധത്തിലുള്ള ബെനിഫിറ്റ്സ്, എന്തൊക്കെ തരത്തിലുള്ള ബെനിഫിറ്റ്സ് ഉണ്ടോ അവർക്ക് ശരിയായിട്ട് കൊടുക്കണം. ഏതിനെ ബേസ് ചെയ്ത് കൊടുക്കണം? നിയമ വ്യത്യാസം മനസ്സിൽ നമ്മളുടെ ന്യായവും നിയമവും, നമ്മളുടെ നാട്ടിലുള്ള ന്യായവും അതിന്റെ നിയമവും നിയമപാലകന്മാരും അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യണം. പിന്നെ നമ്മൾ എന്തിനാണ് ഇത് ജസ്റ്റിസ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഫെയർനെസ്സിന് നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ട് കാണുന്നത് വെച്ചാല് അപ്പോൾ മാത്രമേ നമുക്ക് വേണ്ട സ്വാതന്ത്ര്യവും വേണ്ട സമത്വവും കിട്ടുള്ളൂ. അത് നമ്മൾ എല്ലാരെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുക, എല്ലാവർക്കും ഒരേ മാതിരി കാണുക, ഒരേ വിവേചനം ഇല്ലാണ്ട് കൊടുത്താൽ മാത്രമേ അവിടെ ഈവൻ നമുക്ക് പറയാം ജനാധിപത്യം ശരിയാവുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഫെയർനെസ് എന്നുള്ളതിൽ തന്നെ ഒരു സമൂഹത്തിൽ എവിടെയാണോ ഒരു കോപ്പറേഷൻ എല്ലാവർക്കും കിട്ടുന്ന കോപ്പറേഷൻ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നത്, എല്ലാവരെയും ഒരേ മാതിരി ഒരേ തട്ടിൽ ഒരേ വിധത്തിൽ കാണണം. അപ്പോഴാണ് നമ്മൾ ഫെയർ എന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ കാര്യമായിട്ടും നമ്മൾ പറയുന്നതിൽ നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് ഒരു 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 ദൃഷ്ടാന്തി അല്ലെങ്കിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള വീക്ഷണം വേണം. ആ വീക്ഷണത്തിൽ കൂടെ വേണം നമ്മൾ ഇത് പ്രായോഗികമാക്കി കൊണ്ടുവരാൻ. ഇനി പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ, അതും ഈ ഇതിനുമായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. അതെന്താണ് പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിവേചനത്തിന് നമ്മൾ എങ്ങനെ രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ മുഖാന്തരമോ നമ്മൾ അവർക്ക് ഫെയർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും. എല്ലാ വിധത്തിലും അവർക്ക് എല്ലാ സ്വാതന്ത്ര്യങ്ങളും അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. അവസരം മാത്രം ഉണ്ടാക്കിയാൽ പോരാ, അവർക്കുള്ള അവസരം കിട്ടാനുള്ള എന്തോ കണ്ടീഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. സാഹചര്യം ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് വരുന്ന ഔട്ട്കം അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഔട്ട്കമും റിസൾട്ടും ഒരേ മാതിരിയാണോ എന്നുള്ളത് നോക്കണം. പിന്നെ നമ്മൾ ഒരുമിച്ച് കളക്റ്റീവായിട്ടുള്ള പെർമിഷൻ അല്ലെങ്കിൽ കളക്റ്റീവായിട്ടുള്ള സമ്മതത്തോടെയാണ് ഇത് ചെയ്യുന്നത്. ആ സമൂഹത്തിന്റെ എല്ലാവർക്കും കിട്ടുന്ന അതേ ട്രീറ്റ്മെന്റ് ഇവർക്കും കിട്ടണം. അപ്പോൾ മാത്രമേ ഒരു പ്രത്യേകതരമായിട്ടുള്ള ഒരു സൊസൈറ്റിക്ക് അല്ലെങ്കിൽ സമൂഹത്തിൽ ഏത് ഡിസിഷൻ അല്ലെങ്കിൽ ഏത് തീരുമാനമാണോ അവർക്ക് കൊടുക്കാണ്ടിരുന്നത് പണ്ട്, അതിനെ നമ്മൾ ഏത് ഗ്രൂപ്പിനാണോ കിട്ടാണ്ടിരുന്നത് അവർക്ക് കിട്ടുന്ന വിധത്തിൽ കൊണ്ടുവന്നാൽ മാത്രമേ അത് അവിടെ സക്സസ്ഫുൾ ആവും. അതിനെ നമുക്ക് ഫെയർ എന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ എല്ലാ മനുഷ്യരും അത് സ്ത്രീ ആയാലും പുരുഷനായാലും പഠിച്ചവനായാലും പഠിക്കാത്തവനായാലും വലിയ സാമ്പത്തികമുള്ളവരായാലും ഇല്ലാത്തവരായാലും
ബിഫോർ ദ ലോ അല്ലെങ്കിൽ നിയമപാലകന്റെ മുമ്പിൽ എല്ലാം ഒരേമാതിരി ആയിരിക്കണം, ഒരേ മാതിരി ട്രീറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ ഈ കോടതിയിൽ നോക്കിയാല് ജസ്റ്റിസിന്റെ പിന്നാലെ ഒരു സ്റ്റാച്ചു ഉണ്ടാവും. ലോ സ്റ്റാച്ചുവിന്റെ കണ്ണ് കെട്ടിയിട്ടുണ്ടാവും, കറുത്ത തുണി കൊണ്ട് കണ്ണ് കെട്ടിയിട്ടുണ്ടാവും. എന്തിനാന്ന് വെച്ചാൽ അതിൽ അവിടെ ജഡ്ജിയായിട്ട് ഇരിക്കുന്ന ഒരാള് അല്ലെങ്കിൽ ആ ജഡ്ജ് ഒരു കാരണവശാലും തൻ്റെ കുടുംബം, തൻ്റെ കുട്ടികൾ, തനിക്ക് അറിയുന്നവർ, അറിയപ്പെട്ടാതവർ ആർക്കും ഒരു വിധത്തിലും ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പാടില്ല. എവ്രിബഡി, എല്ലാരും നിയമത്തിന്റെ മുൻപിൽ തുല്യരാണ്, ഈക്വൽ ആണ്. അതിനു വേണ്ടിയിട്ടാണ് ആ സ്റ്റാച്യുവിന് നമ്മൾ കണ്ണ് കെട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നിയമപ്രകാരം നമ്മൾ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുമ്പോൾ മാത്രമാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ ശരിയായ രീതിയിൽ നടത്തിച്ചു കൊണ്ടുവരാൻ പറ്റുക. ഇനി അടുത്ത് വന്ന ഫോർമൽ ആൻഡ് സബ്സ്റ്റാൻറ്റീവ് ഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ലിബറൽ നേഷൻ എല്ലാ മനുഷ്യരിലും എല്ലാ ജനതയിലും അവരുടെ രാജ്യത്തിലുള്ള നിയമത്തിന്റെ മുമ്പിൽ ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുക. പിന്നെ അടുത്തതായിട്ട് വരുന്നത് എന്താ വെച്ചാൽ എല്ലാ മനുഷ്യന്മാരും ഒരു രാജ്യം മാത്രമല്ല ഇന്റർനാഷണലി ആയാലും തന്നെയും അവർക്ക് ഉണ്ടാവുന്ന നാട്ടിൽ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് ഉണ്ടാക്കുന്ന ലോ ഒരു പ്രത്യേകതരമായ ഒരു ഗ്രൂപ്പിന് മാത്രമല്ല, എല്ലാവർക്കും വെവ്വേറെ ഉണ്ടാക്കുന്നില്ല. എല്ലാം നമ്മൾ ഒറ്റയ്ക്കാണ് ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കുമ്പോൾ, നിയമം ഉണ്ടാക്കുമ്പോൾ അത് എല്ലാവർക്കും അനുഭവത്തിൽ കൊണ്ടുവരുന്ന വിധത്തിൽ പ്രൊസീഡിയൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൊണ്ടുപോകുന്നതാണ്. അതിനെയാണ് പ്രൊസീഡ്യൂറൽ എന്ന് പറയാം. അതായത് നമുക്കൊരു പ്രശ്നം ഉണ്ടായി, നമ്മൾ എവിടെ താമസിക്കുന്നു അവിടത്തെ നിയമത്തിന്റെ ആദ്യമായിട്ട് നമ്മൾ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും, അത് കഴിഞ്ഞിട്ട് അവിടെയുള്ള പഞ്ചായത്തിലായിരിക്കാം. അപ്പോ ഈ ജസ്റ്റിസിനെ അല്ലെങ്കിൽ നിയമത്തിനെ നമ്മൾ ഒരു ഗോപുരം മാതിരിയാണ് കൊണ്ടുപോകുന്നത്. അപ്പോ മേലെ 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 അടുത്ത പദവിയിലേക്ക് പോവുക അല്ലെങ്കിൽ അടുത്ത കോടതിക്ക് പോവുക എന്നുള്ളതൊക്കെ ഒരു അതിന്റെ ഫോർമാറ്റിൽ അങ്ങനെ പോകണം. അതങ്ങനെ പോകാൻ പറ്റുള്ളൂ. നേരിട്ട് നമുക്ക് ആദ്യമേ തന്നെ സുപ്രീം കോടതിയിൽ പോകാൻ പറ്റില്ല. താഴ്ന്ന നിലയിൽ നിന്ന്, നമ്മളുടെ നിലയിൽ നിന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വളരെ സമാധാനപരമായിട്ട് ഇവിടെ സാധിച്ചില്ലെങ്കിൽ അടുത്ത കോടതിയിൽ, ജില്ലാ കോടതി, മജിസ്ട്രേറ്റ് കോടതി, ക്ലാസ് 1 കോടതി, അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഈ നിയമത്തിന്റെ വഴിയിൽ കൂടെ മാത്രമേ നമുക്ക് മേലെ പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളുടെ വിചാരങ്ങള് നമ്മൾ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന ശേഷമാണ് നമ്മൾക്ക് നീതി കിട്ടുമോ കിട്ടിയില്ലയോ എന്നുള്ളത് അറിയാം. അപ്പൊ സബ്സ്റ്റാൻറ്റീവ് ഇക്വാലിറ്റിയും എന്താ ഇതില് ഉദ്ദേശിക്കുന്നത് വെച്ചാല് എല്ലാത്തിലും ഒരു വളരെ വ്യത്യാസമായ വളരെ വളരെ വിശാലമായ ഒരു ആശയമുണ്ട്. അതിന്റെ ആ ആശയത്തിന്റെ പേരിൽ നമ്മൾ വാല്യൂസ്, ജസ്റ്റിസിന്റെ വാല്യൂ അല്ലെങ്കിൽ നമ്മളുടെ അവകാശം അല്ലെങ്കിൽ നമ്മളുടെ സമത്വം, ഇതിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂസ് കൊടുക്കുമ്പോഴാണ് നമുക്ക് അതിനെ ബ്രോഡർ സെൻസിൽ കാണാൻ പറ്റുള്ളൂ. ഫ്രീഡ്മാൻസ് പറയുന്നത് എന്താന്ന് വെച്ചാല് 4 അപ്രോച്ചാണ് അങ്ങനെ പറയുന്നത്. 4 അപ്രോച്ച് എന്തൊക്കെയാന്ന് വെച്ചാൽ, ആദ്യത്തെ അപ്രോച്ച് നമ്മളുടെ റിസൾട്ട് എങ്ങനെ ഈ നിയമത്തിന്റെ അല്ലെങ്കിൽ നീതിപരമായ റിസൾട്ട്, ഈക്വലായ റിസൾട്ട് കിട്ടുന്നുണ്ടോ? ഈക്വലായ റിസൾട്ട്, നമ്മളുടെ ട്രീറ്റ്മെന്റ് കിട്ടിയാൽ ഈക്വലായ റിസൾട്ട് കിട്ടും. അത് വളരെ ക്ലിയർ ആണ്. നമ്മൾക്ക് എങ്ങനെ നമ്മൾ ഒരു പന്ത് അടിക്കുന്ന മാതിരി തന്നെയാണ് അത്. ഒരു പന്ത് നമ്മൾ എത്ര ശക്തിയോടെ അടിക്കുന്നോ അത്രയും ശക്തിയോടെ അത് ബൗൺസ് ബാക്ക് ചെയ്യും. അതേമാതിരി നമ്മൾ നല്ല ട്രീറ്റ്മെന്റ് കൊടുത്താൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് നല്ല റിസൾട്ടും കിട്ടും. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് ഒരു പോയിന്റ് ഓഫ് ഇക്വാലിറ്റി, അല്ലെങ്കിൽ എവിടെ നിന്ന് തുടങ്ങുന്നു, എവിടെ നിന്ന് തുടങ്ങി എന്തുകൊണ്ട് അത് കിട്ടിയില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ പ്രത്യേകമായ മനുഷ്യന് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിന് കിട്ടിയില്ല, അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ എവിടെ വെച്ചാണ് ഇവർക്ക് ഈ വിവേചനം മനസ്സിലായത്, അങ്ങനെ അതിനെ നോക്കണം. സ്റ്റാർട്ടിംഗ് പോയിന്റ് നോക്കണം, എന്തുകൊണ്ട് വന്നില്ല. അടുത്തത് എന്തിനാണ് നമുക്ക് ഇതിന് പകരം അതെന്നുള്ള ലെവൽ ആക്സിലറി ആയിട്ടുള്ള ഒരു റൈറ്റും പാടില്ല. പിന്നെ നമ്മൾ പറയും 4ാമത്തെ അപ്രോച്ച് എന്താന്ന് വെച്ചാല് നമ്മൾ ചെയ്യുന്നതിന്റെ
വാല്യൂ, നമ്മൾ ചെയ്യുന്ന അപ്രോച്ചിന്റെ വാല്യൂ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു ഡിഗ്നിറ്റി വേണം. ഒരു ഓട്ടോണമി നേതൃത്വം സ്വതന്ത്രമായിട്ട് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം. അപ്പോൾ ഓരോ മനുഷ്യരും, ഓരോ ജീവനും, ഓരോ ഇൻഡിവിജ്വലും അവർക്ക് അവരുടേതായിട്ടുള്ള വിധത്തിൽ ഈ സംസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ രാഷ്ട്രത്തിൽ രാജതന്ത്രത്തിൽ രാജഭരണഘടനയിൽ അവർക്ക് അത് വേണ്ട വിധത്തിൽ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരാലാവുന്ന വിധത്തിൽ അതിൻ്റെ കൂടെ ഒപ്പം അനുഭവത്തിൽ കൊണ്ടുവരാനുള്ള ഒരു ചാൻസ് കിട്ടണം. അപ്പോൾ മാത്രമേ നമ്മൾ പറയുന്നതിന് വാല്യൂ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പറയുന്നതൊന്നും ചെയ്യുന്നത് വേറൊന്നുമായി പോകും. അപ്പൊ അവരുടെ പേഴ്സണൽ ഡിഗ്നിറ്റി വിടാണ്ട്, അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യം വിടാണ്ട്, അവരുടെ ജനസമൂഹത്തിന് എത്രത്തോളം ജനസമ്മതത്തോടെ അവർക്ക് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ അവർക്ക് അനുഭവത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നുള്ളതാണ് 4ാമത്തെ പോയിന്റ്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് റിവേഴ്സ് ഡിസ്ക്രിമിനേഷൻ. ഈ റിവേഴ്സ് ഡിസ്ക്രിമിനേഷൻ എന്ന് വെച്ചാൽ എന്താ വെച്ചാൽ, ദൃഢമായിട്ടുള്ള ആക്ഷൻ അല്ലെങ്കിൽ പോളിസി എന്താ, നമ്മൾ ഏതെങ്കിലും ഒരു പോളിസി എടുക്കുമ്പോൾ അതിനെ നമ്മൾ ദൃഢമായിട്ടും ഘടമായിട്ടും കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ അതിനെ റിവേഴ്സ് ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ പറയാം. ഇതിൽ കൂടെ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, എല്ലാ സെക്ഷനും എല്ലാ ഗ്രൂപ്പിനും കിട്ടാണ്ട ഒരു പ്രത്യേകതരമായ ട്രീറ്റ്മെന്റ് കിട്ടിക്കൊണ്ടിരുന്നെങ്കിൽ അവർക്ക് ആ ട്രീറ്റ്മെന്റ് കൊടുക്കുക, അല്ലെങ്കിൽ അതിനെ എഗെയിൻസ്റ്റ് പണ്ടുണ്ടായിരുന്നതിനെക്കാട്ടിലും ഭേദമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ മാത്രമേ നമ്മൾക്ക് അതിനെ ഈ നമ്മൾ പറഞ്ഞിട്ടുള്ളതിന് പണ്ട് അവർക്ക് ജീവിച്ചിരുന്നതിൽ നിന്ന് വ്യത്യാസമായിട്ട് അവർ ജീവിക്കാൻ സാധിക്കണം. അപ്പോൾ ഈ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഒരു പ്രിഫറൻസ്, ഒരു പ്രത്യേകതരമായ ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അവർക്ക് ഒരു സമീപനം കൊടുക്കുക. എന്തിനാന്ന് വെച്ചാൽ അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങൾ പറയാനും ചർച്ച ചെയ്യാനും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തിൽ അവർക്ക് പറയാനുള്ളതും കേട്ടിരിക്കണം. അവർക്ക് പറയാനുള്ളത് നമ്മൾ ചെവി കൊള്ളണം. അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. പറഞ്ഞാൽ മാത്രമല്ല, ചർച്ചകളിൽ പങ്കെടുപ്പിക്കാൻ സമ്മതിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പോസിറ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ വിശാലമായിട്ടുള്ള ഒരു ലിബറൽ ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷനെ നമ്മൾ എതിർത്ത് സംസാരിക്കുന്നു, അല്ലെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ വിവേചനത്തിന് എതിരായിട്ട് സംസാരിക്കുന്നു. അതിനെപ്പറ്റി അവർക്ക് പറയാനുള്ളത് കേൾക്കുന്നു, അവർക്ക് പറയാനുള്ള ചാൻസസ് കൊടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ അവർക്കും പതുക്കെ സാമൂഹ്യ ജീവിതത്തിൽ ഒരു നിലയും വിലയും കിട്ടുന്ന വിധത്തിൽ കൊണ്ടുവരും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ പോസിറ്റീവ് ആയിട്ടുള്ള തിങ്കിങ്, അല്ലെങ്കിൽ അവരുടെ മനസ്സിന്റെ അനുഭവിച്ചുകൊണ്ടിരുന്ന മനസ്സ് ക്ലേശം, അതിനെയൊക്കെ മാറ്റിയെടുക്കുമ്പോൾ അങ്ങനത്തെ ആ വിശകലനം മാറ്റിക്കൊണ്ടുവന്ന് അവരെ നമുക്ക് ബാക്കിയുള്ള ജനതയോടൊപ്പം കൊണ്ടുവന്ന് നിർത്താൻ പറ്റും. ഇനി സാമൂഹ്യമായിട്ടുള്ള ഇക്വാളിറ്റി, അല്ലെങ്കിൽ സാമൂഹ്യമായിട്ടുള്ള വ്യത്യാസമില്ലാണ്ട് ജീവിക്കുക, അതെങ്ങനെ പറ്റും? ഒരു സൊസൈറ്റിയിലും വലിയവൻ ചെറിയവൻ, പണക്കാരൻ പാവപ്പെട്ടവൻ, ജോലിയുള്ളവൻ ജോലി ഇല്ലാത്തവൻ, കുടുംബപരമായിട്ട് സാമ്പത്തികമായിട്ടുള്ളവൻ, നമ്മൾ ബിർള ടാറ്റ ഇതൊക്കെ കേട്ടിട്ടില്ലേ നമ്മുടെ നാട്ടില്. അപ്പൊ അവരുടെ പരമ്പരയായിട്ട് അവര് പണക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ സാമ്പത്തികം വളരെ സ്ട്രോങ് ആണെങ്കിൽ, അവരുടെ പിന്നെയും അടുത്ത തലമുറയും അത് അനുഭവിച്ചുകൊണ്ട് വരും. അതിന് ഇവര് ബിസിനസ്സുകാരാണെങ്കിൽ എങ്ങനെ അവര് ബിസിനസ് ഈ ലെവലിൽ എത്തി? അപ്പോൾ അവർ ചൂഷണം ചെയ്തിട്ടുണ്ടോ? ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർ ചൂഷണം ചെയ്തു, അല്ലെങ്കിൽ എങ്ങനെ ചൂഷണം, ഇതൊക്കെ നമ്മൾ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കി അതിന് വേണ്ട സ്റ്റെപ്പുകൾ എടുക്കുക. അതിന് വേണ്ട ആ ഗ്യാപ്പ്, അതായത് പണക്കാരൻ പാവപ്പെട്ടവൻ, അല്ലെങ്കിൽ ധനവാൻ ദരിദ്രൻ, ഈ ഗ്യാപ്പിനെ നിർത്തിക്കൊണ്ട് വേണം ഈ ഗ്യാപ്പിനെ എത്രത്തോളം ചെറുതാക്കി കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ നമ്മൾ ഈ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ വിവേചനത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് നമ്മളുടെ ഭരണഘടനയാണ്. ഭരണഘടനയിൽ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടുണ്ട്,
സോഷ്യലായിട്ടോ അല്ലെങ്കിൽ സാമൂഹ്യമായിട്ടോ സാമ്പത്തികമായിട്ടോ ജാതി വെച്ചോ മതം വെച്ചോ അങ്ങനെ ഒരു വിധത്തിലും നമ്മൾ ആരെയും ചൂഷണം ചെയ്യാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓരോ ചൂഷണത്തിനും നമ്മുടെ ഭരണഘടന അതിൻ്റെതായ നിയമങ്ങളും നിയമം പാലിക്കേണ്ട വിധവും എങ്ങനെ അത് പാലിക്കണം, ഏത് നിയമം ഏതിനാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്. ഇപ്പോൾ വളരെ നിർബന്ധമായിട്ട് പറയുന്നുണ്ട് ജാതി പറയാൻ പാടില്ല. ജാതി പറഞ്ഞ് ആരെയും മനസ്സുകൊണ്ടുകൂടെ വാക്കുകൊണ്ടുകൂടെയോ പ്രവൃത്തി കൊണ്ടോ നിങ്ങൾ ഒരാളുടെ മനസ്സിനെ അല്ലെങ്കിൽ കുത്തി നോവിക്കാൻ പാടില്ല എന്ന് വളരെ ക്ലിയർ ആയിട്ട് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് വഴി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ സമൂഹത്തിൽ ഒരു വിധത്തിൽ എല്ലാവർക്കും ഈക്വലൈസേഷൻ, എല്ലാവർക്കും വളരെ സമത്വഭാവം കിട്ടണം. എല്ലാ വിധത്തിലും ഗവൺമെന്റ്, അതാത് സംസ്ഥാന ഗവൺമെന്റ് ആയാലും ശരി രാഷ്ട്രമായാലും ശരി അത് പ്രാബല്യമാക്കാൻ കൊണ്ടുവരണം. ഇവിടെ നമ്മൾ പറയുന്നത് ഈ ഒരു ഐഡിയ എന്തിനാണ് നമ്മൾ എപ്പോഴാണോ അവരെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുവരുന്നത് അപ്പോൾ അവർ പറഞ്ഞു ചെയ്യുന്ന തെറ്റിനെ എഗെയിൻസ്റ്റ് ഒരു താഴ്ന്ന ഗ്രൂപ്പിലുള്ളവരെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേകതരമായ ഗ്രൂപ്പിലുള്ളവരെയോ നമ്മൾക്ക് ഇന്ത്യൻ ഗവൺമെന്റ് ഫ്രീഡം കിട്ടിയ ശേഷം കോൺസ്റ്റിറ്റ്യൂഷൻ ടൈമില് നമ്മൾ വളരെ കുറച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആംഗ്ലോ ഇന്ത്യൻ ഗ്രൂപ്പ് അവർക്ക് ഒരു റിസർവേഷൻ ഉണ്ട്. നമ്മളുടെ പാർലമെന്റിലും അവർക്ക് ഒരു റിസർവേഷൻ, ഒരു സീറ്റ് റിസർവേഷൻ. കാരണം അവര് ആംഗ്ലിക്കൻ പ്ലസ് ഇന്ത്യൻ എന്നുള്ള ആ കോമ്പിനേഷനിൽ അച്ഛനോ അമ്മയോ അങ്ങനെ വരുന്ന ഒരു ഗ്രൂപ്പാണ് ആംഗ്ലോ ഇന്ത്യൻസ് എന്ന് പറയാം. അപ്പോൾ അവർക്ക് സ്പെഷ്യലായിട്ട് ഒരു പ്രത്യേകതരമായ ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അവർക്ക് ഒരു സീറ്റ് കൊടുക്കുക, സ്ഥാനം കൊടുക്കുക എന്നുള്ളത് ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റ് അന്നോട്ട് ആലോചിച്ചു. കാരണം അവരെ ബ്രിട്ടനിലേക്ക് തിരിച്ചു പോകാൻ പറ്റാത്തവരും അല്ലെങ്കിൽ ഇവിടെ താമസിച്ചവരും ഇവിടെ തന്നെ സ്ഥിരതാമസമാക്കി ഇവിടത്തെ സമൂഹത്തിൽ മെർജായവരും അല്ലെങ്കിൽ ഒന്നു ചേർന്നവരുമാണ് അവരെ. ഫുള്ളായിട്ട് അവര് ഇന്ത്യനും അല്ല, ഫുള്ളായിട്ട് അവര് ഇംഗ്ലീഷുകാരും അല്ല. അപ്പൊ അങ്ങനെയാണ് അവരെ ആംഗ്ലോ ഇന്ത്യൻസ് എന്ന് പറയാ. അപ്പൊ ആ ആംഗ്ലോ ഇന്ത്യൻ ഗ്രൂപ്പിന് നമ്മളുടെ ഗവൺമെന്റിൽ ഒരു സ്പെഷ്യൽ സ്ഥാനം കൊടുത്തിരുന്നു. എന്തിനു വേണ്ടി വെച്ചാൽ അവർക്ക് മനസ്സുകൊണ്ട് ഒരു വേദന വരരുത്, അവർക്ക് മനസ്സുകൊണ്ട് ഇവിടെ നമുക്കൊരു സ്ഥാനമുണ്ട് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ, എനിക്കും ഒരു സ്ഥാനമുണ്ടെന്നുള്ളത് തോന്നൽ അവർക്ക് വരണം. അടുത്ത് നമ്മൾ ഇതിനെപ്പറ്റി പറയുമ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ എല്ലാവിധ ഇക്വാളിറ്റിയും എല്ലാവിധ വിവേചനത്തും ഒരു ക്രിറ്റിസിസം ഉണ്ടാവും. അല്ലെങ്കിൽ എല്ലാവരും അതിനെപ്പറ്റി ഭയങ്കര കൂടുതലായിട്ടുള്ള ചർച്ചകൾ നടത്തും. ചർച്ചകൾ നടത്തുന്നു, ഡിസ്കഷൻ നടത്തുന്നു. എന്തിനാ ഇത് ചർച്ചകൾ നടത്തുന്നത്? അവര് പറയുന്നത് ഈ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രൊസീഡിയൽ ഇക്വാളിറ്റി, ഇത് മാർക്കറ്റിന്റെ ഒരു ലോജിക്കും. എവിടെയാണോ മാർക്കറ്റിന്റെ ലോജിക്ക് വരിക? ഇവിടെ അലൊക്കേഷൻ ഓഫ് റിസോഴ്സസ്, അല്ലെങ്കിൽ നമ്മളുടെ സ്വത്ത് അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള സ്വത്ത്, മനുഷ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ജനത എന്ന് പറയുമ്പോൾ പോപ്പുലേഷൻ, ദാറ്റ് ഈസ് ഹ്യൂമൻ റിസോഴ്സ്, നാച്ചുറൽ റിസോഴ്സ് എങ്ങനെ അലൊക്കേറ്റ് ചെയ്യുന്നു, എങ്ങനെ കൊടുക്കുന്നു, ആ കൊടുക്കുന്നതിന്റെയും സിസ്റ്റം എങ്ങനെ, എത്ര വെച്ച് കൊടുക്കുന്നു, ഇത്ര ആൾക്കാരുണ്ടെങ്കിൽ ഇത്ര സീറ്റ് കൊടുക്കാം ഗവൺമെന്റ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, കാരണം നമുക്ക് ലെസൺസ് തീരാൻ പാടായിരിക്കും. അതുകൊണ്ട് എല്ലാത്തിനും ഒരു പ്രൊപ്പോർഷൻ വെച്ച് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അതേമാതിരി തന്നെ സൊസൈറ്റിയിലും നമ്മുടെ സമൂഹത്തിലും കൾച്ചറലായിട്ടുള്ള വ്യത്യാസങ്ങൾ, കൾച്ചറലായിട്ട് എല്ലാവിധ സമൂഹത്തിലും കൾച്ചറൽ കണ്ടന്റ് ഉണ്ടാവും. അതിനെ നമ്മൾ പരിപാലിച്ചിരിക്കണം. എന്ത് ആക്ഷൻ എടുക്കുമ്പോഴും അത് സ്ഥിരമായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കണം, അല്ലാണ്ട് ടെമ്പററി ആവരുത്. ഇങ്ങനെ പല വിധത്തിൽ പൊളിറ്റിക്കലി, പല വിധത്തിൽ രാഷ്ട്രീയത്തിലുള്ളവർ എന്ത് ചെയ്താലും അത് ഒരു പെർമനന്റ് ഫീച്ചറായിട്ട് കൊണ്ടുവന്ന് അതിനെ അവർക്ക് പവറിനെ അല്ലെങ്കിൽ അവരുടെ സമൂഹത്തിൽ ഉള്ള രാഷ്ട്രീയത്തിലുള്ള ധൈര്യം അല്ലെങ്കിൽ പവർ മാത്രം, അവരുടെ ശക്തി മാത്രം ഉപയോഗിച്ചാൽ മാത്രം പോരാ, അതിന് ഒരു നിരന്തരമായ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ കണ്ടുപിടിച്ചിരിക്കണം, അത് ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പോൾ മാത്രമേ അതിന് ആ രാഷ്ട്രീയ
ബെനിഫിറ്റ് അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ ബെനിഫിറ്റ് അവർക്ക് കിട്ടാൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊന്നും താഴ്ന്ന നിലയിലുള്ളവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അതൊരു നമ്മൾ ഡിസഡ്വാൻറ്റേജ് ആയിട്ടോ, അല്ലെങ്കിൽ നമ്മൾ പറയും, എപ്പോഴും പറയും, താഴ്ന്ന നിലയുള്ളവരെ ചൂഷണം ചെയ്യുന്നു, ഗവൺമെന്റ് ചൂഷണം ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് കിട്ടാനുള്ളത് കിട്ടുന്നില്ല. നമ്മളുടെ ഇവിടെ 2018 നടന്ന ഫ്ലഡില് അല്ലെങ്കിൽ ആ പ്രളയകാലത്ത് ഗവൺമെന്റ് കുറെ പൈസകളും കുറെ കൺസെഷനും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ചില ആൾക്കാർ ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഗവൺമെന്റ് അല്ലെങ്കിൽ വില്ലേജില്, കുട്ടനാട് വില്ലേജില് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടും കുടുംബവും എല്ലാം പോയി, ഞങ്ങൾക്ക് ഗവൺമെന്റിൽ നിന്ന് സഹായ സഹകരണങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇതിന്റെ അകത്ത് ഈ രാഷ്ട്രീയത്തിൽ നടക്കുന്നത് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അത് വളരെ രാഷ്ട്രീയ നേതാക്കൾ അതിന് വേണ്ട വിധത്തിൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഈ ക്രിട്ടിക്കലായിട്ട് ഏത് പാർട്ടി എന്ത് ചെയ്താലും അടുത്തൊരു ക്രിറ്റിസിസം ഉണ്ടാവും. അത് നാച്ചുറലാണ്. ഒരു ഗ്ലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്ന മാതിരിയാണ്. ഒരു പാർട്ടി എക്സ് പാർട്ടി വൈ പാർട്ടീനെ പറയും, വൈ പാർട്ടി തിരിച്ച് എക്സ് പാർട്ടീനെയും പറയും. അത് രാഷ്ട്രീയ ഭാഷയിൽ വളരെ സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ് പരസ്പരം ചെളിവാരി എറിയുക എന്നുള്ളത്. ഇനി ഇവിടെ ഈ ലെസണിൽ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. ഇതിന്റെ നമ്മൾ ഏറ്റവും സത്യസന്ധമായിട്ട് നോക്കുമ്പോൾ നമ്മൾ എത്രത്തോളം നമ്മുടെ ആൾക്കാർക്ക്, അവർക്ക് കിട്ടാൻ സാധ്യതയുള്ളവർക്ക് അവർക്ക് കിട്ടുന്നുണ്ടോ, അവർക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് ആയാലും ശരി, രാഷ്ട്രമായാലും രാഷ്ട്രീയ ലെവലില് നാഷണൽ ലെവലിലായാലും ശരി, അവർക്ക് കിട്ടുന്നുണ്ടോ, അവർക്ക് ന്യായം കിട്ടുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം. ആ ന്യായം അതിന് വേണ്ട വിധത്തിലുള്ള സമൂഹത്തിൽ എത്രത്തോളം നല്ല വിധത്തിൽ നമുക്ക് അവർക്ക് ന്യായം നടപ്പിലാക്കി കൊണ്ടുവന്ന് അവരുടെ ഒരു കഴിവിനെയും അല്ലെങ്കിൽ അവർക്കുള്ള സാമ്പത്തികമായാലും ശരി, രാഷ്ട്രീയമായാലും ശരി, അവർക്കുള്ള ഒരു ഈക്വൽ തുല്യ വേതനവും കൊടുത്ത് തുല്യ വിധത്തിൽ കൊണ്ടുവന്നാൽ മാത്രമേ അത് അത്രത്തോളം നമുക്ക് പുതിയതായിട്ടും അല്ലെങ്കിൽ ജനാധിപത്യത്തിന് വാല്യൂ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അതിന് ഒരു വിലയുമില്ല നിലയുമില്ല എന്നുള്ള ലെവലായി പോകും. ഇതായിരിക്കണം ജനാധിപത്യം നടപ്പിലാക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ വളരെ പ്രത്യേകതരമായിട്ട് ആലോചിച്ച് പ്രവൃത്തിയിൽ കൊണ്ടുവരേണ്ടതും. നിയമം വഴി അല്ലെങ്കിൽ കോടതി മുഖാന്തരം അല്ലെങ്കിൽ നമ്മളുടെ നാട്ടിലുള്ള നാട്ടുനടപ്പ് അനുസരിച്ച് അതിന് വേണ്ട വിധത്തിൽ പ്രാക്ടീസ് ചെയ്യണം. ഇനി നമുക്ക് അടുത്ത ലെസണിലേക്ക് പോവാം. ആ ലെസന്റെ പേര് യൂണിറ്റ് 14. ഇത് ലാസ്റ്റ് ലെസൺ ആണ് ഈ സബ്ജക്റ്റില്. BPSC 131 ലാസ്റ്റ് ലെസൺ ആണ്. ഈ ലെസണിൽ പറയുന്നത് നമ്മുടെ കുടുംബം, നമ്മുടെ നിയമം ആൻഡ് നമ്മുടെ സ്റ്റേറ്റ്. അപ്പൊ ഇതിനെ പറ്റിയാണ് നമ്മൾ കൂടുതലായിട്ടും ഈ ലെസണിൽ നമ്മൾ പഠിക്കുന്നത്. നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പഴയ ക്ലാസ്സുകൾ പറഞ്ഞിട്ടുണ്ട്, ഒരു കുടുംബം അണുകുടുംബമായാലും ശരി, വലിയ കുടുംബമായാലും ശരി, ഒരു കുടുംബമാണ് ഒരു സൊസൈറ്റിയുടെ ന്യൂക്ലിയർ അല്ലെങ്കിൽ അടിത്തറ. നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ചെറിയ കുടുംബങ്ങൾ ഒരുമിച്ച് ചേർന്ന്, നമ്മൾ സോഷ്യോളജിയിൽ പഠിക്കുന്നുണ്ട്, ചെറിയ കുടുംബങ്ങൾ, അണു ഫാമിലി, അച്ഛൻ അമ്മ കുട്ടികൾ, ഇതാണ് അണു ഫാമിലി. അത് കൂട്ടുകുടുംബം എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ അച്ഛൻ്റെ അമ്മ, അമ്മയുടെ അമ്മ, അങ്ങനെ സ്വന്തക്കാരും ബന്ധക്കാരും എല്ലാം ഒരുമിച്ച് താമസിക്കുമ്പോൾ അതിനെ നമ്മൾ ഒരു കൊടക്കീഴിൽ അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ ഒരു കുടുംബത്തെ അവർ എല്ലാവരും താമസിക്കുമ്പോൾ അതിനെ നമ്മൾ കൂട്ടുകുടുംബം എന്ന് പറയുന്നു. ഈ കൂട്ടുകുടുംബത്തിൽ എന്താ നമ്മൾ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ, പരസ്പരം കൊടുക്കാനും എടുക്കാനും അല്ലെങ്കിൽ അവനവന്റെ ഫീലിങ്സിന് ഷെയർ ചെയ്യാനുമുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. അപ്പോൾ അവിടെ പരസ്പരം ഞങ്ങൾ വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടാണ് കൂട്ടുകുടുംബങ്ങൾ നടക്കുന്നത്. ആ കൂട്ടുകുടുംബങ്ങൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ കാണാനേ ഇല്ല. കാരണം എല്ലാവരും ഞാനായി, എൻ്റെ കുട്ടിയായി, എൻ്റെ ഹസ്ബൻഡായി അല്ലെങ്കിൽ ഫാമിലിയായി വളരെ ചുരുങ്ങി വന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പരസ്പരം സ്നേഹമില്ല, വിശ്വാസമില്ല, പരസ്പരം അവരെ കെയർ ഇല്ല, ഷെയർ ഇല്ല. ഇങ്ങനത്തെ പല ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ നഷ്ടങ്ങളുണ്ട്. അതേസമയം അതിനെ നല്ലതായിട്ട് കുട്ടികളെ കൊണ്ട് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന നല്ല പോളിസീസും ഉണ്ട്. ഞാൻ രണ്ടിനും ഒരേമാതിരി ഞാൻ കാണുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരേമാതിരി
നിയമപരമായും എത്രത്തോളം തുല്യതയോടെ നമുക്ക് ചെയ്യാൻ പറ്റും അത് നമ്മൾ നോക്കിയിരിക്കണം. നമ്മൾ ഇവിടെ പറയുന്നത് റോസു അല്ലെങ്കിൽ അങ്ങേര് പറയുന്നത്, റോസുവിന്റെ അഭിപ്രായത്തിൽ ഒരു ഫാമിലി, ആ ഫാമിലിയാണ് അച്ഛൻ അമ്മേനെ കണ്ടിട്ടാണ് മക്കൾ വളരുക. ആ മക്കളായിരിക്കും അച്ഛനും അമ്മയും എങ്ങനെ ജീവിച്ചു, നല്ല ജനതയായിട്ട് ജീവിക്കുന്നുണ്ടോ, പരസ്പരം എത്രത്തോളം സമൂഹത്തിൽ എത്രത്തോളം വിട്ടുവീഴ്ചയോടെ ജീവിക്കുന്നുണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഭിപ്രായ വ്യത്യാസമില്ലാണ്ട് ജീവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ വളരെ സ്നേഹത്തോടെ ജീവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ വളരെ കാര്യമായിട്ട് പരസ്പരം ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ പല വിധത്തിൽ അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ വളരുന്ന കുട്ടികൾ, അത് കാണുന്ന കുട്ടികൾ, ആ കുട്ടികളും എൻ്റെ അനിയത്തി, എൻ്റെ അനിയൻ, അല്ലെങ്കിൽ എൻ്റെ ചേട്ടൻ, എൻ്റെ ചേച്ചി, ഇങ്ങനെ ആ വിട്ടുവീഴ്ച മനോഭാവം വരുമ്പോൾ മാത്രം നല്ലൊരു അവരുടെ ഒരു ചെറുപ്പകാലങ്ങളിൽ കാണുന്നത്, അവരുടെ ഫാമിലിയിൽ കാണുന്നതായിരിക്കും അവരെ മോൾഡ് ചെയ്യാൻ, ഒരു നല്ല ജനത അല്ലെങ്കിൽ നല്ലൊരു സിറ്റിസൺ ആയിട്ട് മോൾഡ് ചെയ്യാനുള്ള ചാൻസസ് അവിടെ നിന്നാണ്, നമ്മുടെ ഫാമിലിയിൽ നിന്നാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, കുഞ്ഞു കുട്ടികളുടെ മുമ്പിൽ വെച്ച് അച്ഛനമ്മമാർ അഭിപ്രായ വ്യത്യാസങ്ങൾ അവരെ വളരെ ഹാർഷായ ലെവൽ അവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കാൻ പാടില്ല. അത് കുട്ടിയുടെ മനസ്സിനെ അഫക്റ്റ് ആവും. ആ മനസ്സിൽ ചെറിയ വിള്ളൽ വീണാൽ അത് വലിയ പ്രശ്നമായിട്ട് ലേറ്റർ ഓൺ വരും. അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഫാമിലിയും അല്ലെങ്കിൽ കുടുംബവും സ്റ്റേറ്റും അല്ലെങ്കിൽ നമ്മളുടെ രാഷ്ട്രവും തമ്മിലുള്ള സ്വന്തം റിലേഷൻഷിപ്പ് എന്താണെന്നാണ്. അപ്പോ അമേരിക്കൻ ലിംഗ്വിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ലാക്കോഫ് പറഞ്ഞു, എവിടെ ഏത് തരത്തിലുള്ള ആൾക്കാരാണ്, റൈറ്റ് വിങ്ങും ലെഫ്റ്റ് വിങ്, രണ്ട് വിങ് ഉണ്ട്. അപ്പോ റൈറ്റ് വിധത്തിൽ അല്ലെങ്കിൽ പല വിധത്തിലും പല വാല്യൂസ് ഉണ്ട് ഈ ജീവിതത്തിൽ. അച്ഛൻ വലുത് അല്ലെങ്കിൽ മോറൽ സൈഡ് വലുത്, അല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ മോറൽ സൈഡ്, അവരുടെ മോറൽ സൈഡും അതിന് വളരെ മൊറാലിറ്റിക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് അങ്ങനെ വരുന്നത്. പിന്നെ ലെഫ്റ്റ് വിങ് എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ വിശ്വാസികൾ, അവരൊക്കെ പറയുന്നത് ഫാമിലിയിൽ ഒരു ബേസും ഇല്ലെങ്കിലും അൺകണ്ടീഷണൽ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് നല്ല സ്നേഹം വേണം അവരുടെ അഭിപ്രായത്തിൽ. ഇതാണ് അമേരിക്കൻ ലിംഗ്വിസ്റ്റ് ജോർജ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ ഇതില് സ്റ്റേറ്റിന്റെ കാര്യം എന്താ, അല്ലെങ്കിൽ ആ രാഷ്ട്രത്തിന്റെ ജോലി എന്താ, അവിടെ അവർ ചെയ്യുന്നത് എപ്പോഴും രാഷ്ട്രം കെട്ടിപ്പടുത്തി കൊണ്ടുവരാൻ നിൽക്കുന്നത് ഒരു ജനസമൂഹം, നല്ല ജനസമൂഹത്തിനെയാണ് രാഷ്ട്രം ഉദ്ദേശിക്കുന്നത്. നമ്മളിൽ കൂടെ നമ്മൾ ഇന്നത്തെ ജനതയാണ് നാളത്തെ ഫ്യൂച്ചർ. അപ്പോൾ നമ്മൾ ഒരു നല്ല ജനതയെ കെട്ടിപ്പടുത്തി ഉണ്ടാക്കണം. അത് മാത്രമല്ല, ഓരോ മനുഷ്യനും ഒരു സന്തോഷം കിട്ടണം. അല്ലെങ്കിൽ പിന്നെ അവന് സന്തോഷം കിട്ടിയില്ലെങ്കിൽ അവന്റെ മനസ്സിന് സന്തോഷം കിട്ടണം, അവന്റെ കുടുംബത്തിന് സന്തോഷം കിട്ടണം, സൊസൈറ്റിയിൽ അവന് വേണ്ട വിധത്തിലുള്ള ഒരു ദൃഢത വേണം, നിശ്ചയം വേണം. ആ ദൃഢത നിശ്ചയം കൊണ്ടായ മാത്രം പോരാ, ഒരു വിധത്തിലും അവർക്ക് വല്ലാത്ത ഒരു സിറ്റുവേഷൻസ് വരാൻ പാടില്ല. ഇപ്പോൾ ഇന്നത്തെ പേപ്പറിൽ ഞാൻ കണ്ടു, ഒരു മത്സ്യ തൊഴിലാളിക്ക് അവരുടെ സ്ഥലം മാറ്റി കിടക്കുന്നു, സ്ഥലം കിട്ടിയിട്ടില്ല എന്നുള്ള കാരണം കൊണ്ട് അങ്ങേര് ആത്മഹത്യ ചെയ്തു. അപ്പോൾ അവരുടെ ആത്മഹത്യ ചെയ്ത ശേഷം ആ കുടുംബത്തിലേക്ക് കളക്ടർ പോയി സ്ഥലങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ പേപ്പേഴ്സ് കണ്ടുപിടിക്കുക. ഈ ഒരാളെ ഒരു സാമൂഹ്യമായിട്ട് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഒരാൾക്ക് സൂയിസൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യിക്കാനോ ഉള്ള ലെവൽ വരെ എത്തിക്കരുത് എന്നുള്ളതാണ് അഭിപ്രായം. കാരണം ഒരാളുടെ ജീവൻ പോയി കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ നാഥന്റെ ജീവനാണ് പോകുന്നതെങ്കിൽ ആ കുടുംബം മുഴുവൻ ഛിന്ന ഭിന്നമായിട്ട് പോകും. അവർക്ക് ഒരു തോണിയിൽ ലീഡർ ഇല്ലാത്ത, ഒരു തുഴയാൻ ആളില്ലാത്ത വിധത്തിൽ അവര് കടലിലേക്ക് ഇറങ്ങിയമാരെ ആ കുട്ടികൾ, ആ കുടുംബത്തിലെ കുട്ടികളോ അല്ലെങ്കിൽ ആ കുടുംബത്തിലുള്ള ബാക്കി മാതാപിതാക്കളോ വയസ്സായവരോ ചെറിയവരോ എല്ലാം അങ്ങനെ. അപ്പോൾ ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ് ചെയ്യിക്കേണ്ട ഏറ്റവും വലിയവര് ഒരു കാരണവശാലും ഒരാളെയും ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തിക്കാണ്ടിരിക്കാൻ പാക്കുക. നഷ്ടം പറഞ്ഞ് ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ ഞാൻ ആത്മഹത്യക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്
അത്രത്തോളം ക്ഷമകെട്ട് അല്ലെങ്കിൽ അത്രത്തോളം മനസ്സിൽ ഫ്രസ്ട്രേഷൻ ഉണ്ടായി ഡിപ്രഷൻ ഉണ്ടാകുമ്പോഴാണ് അത് ചെയ്യുക. അത് നമ്മൾ ചെയ്യിക്കാണ്ടിരിക്കാൻ നമുക്ക് സമൂഹത്തിലുള്ളവർക്കും, സാമൂഹ്യ ജീവിയാണ് നമ്മൾ, അപ്പൊ നമുക്കും അതിൻ്റെതായ ഒരു ചുമതലയുണ്ട്. നമ്മൾ വേണ്ട വിധത്തിൽ നമ്മളുടെ സഹകരണങ്ങൾ എല്ലാ വിധത്തിലും എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇനി സ്റ്റേറ്റിന്റെ ആശയം എന്താണ്? നമ്മളുടെ സ്റ്റേറ്റ് അല്ലെങ്കിൽ നമ്മളുടെ സംസ്ഥാനത്തിന്റെ എന്താണ് ഓരോ സംസ്ഥാനത്തിന്റെ വിശ്വാസങ്ങളും അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ ഒന്നിൽ നിന്നും വേറൊന്നിൽ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ഇപ്പോ കേരളത്തിലുള്ള കേരള ജനാധിപത്യമാരി ആയിരിക്കില്ല തമിഴ്നാട്ടിലുള്ളത്. എല്ലാത്തിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതേമാതിരി നമ്മൾ ഇതെങ്ങനെ വന്നു, പല വിധത്തിലാണ് നമ്മൾ പല കാരണങ്ങൾ കൊണ്ട് പല വർഷങ്ങളായിട്ടാണ് ഇപ്പോഴത്തെ സ്റ്റേറ്റ് അല്ലെങ്കിൽ സംസ്ഥാനത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. ഞാൻ നേരത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞു, ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നത് മൊണാർക്കി അല്ലെങ്കിൽ ഡിക്റ്റേറ്റർഷിപ്പ്, അങ്ങനെ വന്നതാണ് ഈ കോൺസെപ്റ്റ് ഗ്രീക്കില് ഉണ്ടായി. സിറ്റി സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ കൊണ്ടുവന്ന് രാജ്യം അല്ലെങ്കിൽ ക്ലസ്റ്റർ മാതിരി വന്ന് അവിടെ നിന്നാണ് നമ്മൾ ഇപ്പോൾ മോഡേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴത്തെ നേഷൻ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്റ്റേറ്റ് എന്നുള്ള ലെവലിലേക്ക് എത്തിയത് പരിണാമങ്ങൾ കൂടിയാണ്, പല വിധത്തിലുള്ള ചേഞ്ചസിൽ കൂടിയാണ്. അപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇത് സംസ്ഥാനം വേറെ, സംസ്ഥാന ഗവൺമെന്റ് വേറെ, അല്ലെങ്കിൽ ഭരണഘടന വേറെ. അപ്പോൾ ഇതെല്ലാം കോംപ്ലിമെന്റ്സ് അല്ലെ, ഒരു വേരിയസ് എലിമെന്റ്സ് ഉണ്ട് ഇതിന്. ഗവൺമെന്റ് എപ്പോഴും ഒരു ടൂള് അല്ലെങ്കിൽ ഒരു ഘടകം മാത്രമാണ്. സംസ്ഥാനത്തിൽ ഗവൺമെന്റ് എന്ന് പറയുന്നത്, ഈ ഗവൺമെന്റ് എപ്പോഴും അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് അതെപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. ആ സംസ്ഥാനം അങ്ങനെ തന്നെ നിൽക്കുന്നു. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. കേരള സംസ്ഥാനം ഇപ്പോൾ നമ്മളുടെ ഭരിക്കുന്നവർ 5 കൊല്ലം കഴിഞ്ഞാൽ ഇലക്ഷൻ വരും, മാറാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഗവൺമെന്റ്, ഏത് ഗവൺമെന്റ്, കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണോ കോൺഗ്രസ് ഗവൺമെന്റ് ആണോ, അത് ചേഞ്ചസ് വരും, അത് എപ്പോഴും. പക്ഷെ സംസ്ഥാനം അത് തന്നെയായിരിക്കും. അപ്പോൾ ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെതായ വ്യത്യാസങ്ങളും അതിൻ്റെതായ പരിണാമങ്ങളും അതിൻ്റെതായ ചേഞ്ചുകളും വന്നുകൊണ്ടേയിരിക്കും. അവിടുത്തെ ജനതയുടെ അഭിപ്രായം അനുസരിച്ചിട്ടാണ് ജനാധിപത്യത്തിൽ ഈ ഗവൺമെന്റുകൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇനി അടുത്തതായിട്ട് പറയുന്നത് സിവിലായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ സൊസൈറ്റിയിൽ രാഷ്ട്രത്തിനും സിവിൽ സൊസൈറ്റിക്കും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ രാഷ്ട്രത്തിന് എന്താണ് കിട്ടുന്നത്? അവർക്ക് കിട്ടുന്നത് പവറാണ്, അധികാരം. ഈ അധികാരം കിട്ടുമ്പോൾ അവരുടെ കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ജനതയില് സിവിലായിട്ടുള്ള സാധാരണ സൊസൈറ്റിയില് സമൂഹത്തിലുള്ളവരുടെ അവരുടെ വോട്ട് അവകാശം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അധികാരത്തിലേക്ക് വരുന്നത്. ഗവൺമെന്റ് ഫോർമേഷൻ വരുന്നത് അധികാരത്തിൽ വന്ന ശേഷം. അത് കോൺഗ്രസ് ആയാലും ശരി, BJP ആയാലും ശരി, കമ്മ്യൂണിസ്റ്റ് ആയാലും ശരി, അല്ല ഏത് പാർട്ടി ആയാലും ശരി, എപ്പോഴാണോ അവർക്ക് അധികാരം കിട്ടുന്നത്, അധികാരം കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് ജനത്തിന്റെ സമ്മതി വേണം അല്ലെങ്കിൽ സമ്മതം വേണം. ആ സൊസൈറ്റി, സാധാരണമായിട്ടുള്ള സൊസൈറ്റി, ഞാൻ വോളണ്ടിയർ ആയിട്ട് പാർട്ടിസിപ്പേഷൻ ചെയ്യണം, എനിക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ല, ഒരു പാർട്ടിക്കും താല്പര്യമില്ല, ഒരു പാർട്ടിക്ക് ഞാൻ വോട്ട് കൊടുക്കാൻ പോകുന്നില്ല. അപ്പോൾ അത് നമ്മൾ ഇത്രയും അറിഞ്ഞിട്ടുള്ളത് നമ്മൾ ചെയ്യുന്നത് തെറ്റാണ്. നമ്മളുടെ സ്വാതന്ത്ര്യം, നമ്മൾക്ക് അവകാശം, നമ്മളുടെ റൈറ്റ് ആണത്, നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, അല്ലെങ്കിൽ എന്റെ അവകാശമാണ്. പക്ഷെ അത് ചെയ്യുമ്പോൾ, അത് ഞാൻ ഉപയോഗിക്കുമ്പോൾ അത് ആർക്ക് കൊടുക്കുന്നു, ആർക്ക് കൊടുത്ത ശേഷം അവരെങ്ങനെ നടത്തിച്ച് ആ സംസ്ഥാനം എങ്ങനെ അവർ ഭരിച്ചു കൊണ്ടുപോകുന്നു, ശരിയായ മാർഗത്തിലാണോ തെറ്റായ മാർഗത്തിലാണോ ഉള്ളത്, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ചുമതലയാണ്. അതാണ് അത്. ഇനി ഒരു രാഷ്ട്രം എന്ന് പറയുമ്പോൾ ആ രാഷ്ട്രത്തിൽ 4 എലിമെന്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ആദ്യം വരുന്നത് നമ്മളുടെ ജനതയാണ്. ജനതയില്ലാണ്ട് ആ രാഷ്ട്രമില്ല. അപ്പൊ ജനത വേണം. അത് കഴിഞ്ഞാൽ ഒരു ഏരിയ വേണം. ഏത് ഏരിയ? ഇപ്പൊ ഇന്ത്യൻ രാജ്യത്തിന്റെ ഒരു ടെറിട്ടറി ഉണ്ട്, ടെറിട്ടോറിയൽ വാട്ടേഴ്സ്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ടെറിട്ടറിയുടെ കോസ്റ്റൽ ലൈൻസ് കഴിഞ്ഞിട്ട് ആകാശത്തും മാനത്തിലും
സ്ഥലത്തും അതേമാതിരി വെള്ളത്തിലും നമുക്ക് ടെറിട്ടോറിയൽ ബോർഡേഴ്സ് ഉണ്ട്. ടെറിട്ടോറിയൽ ബോർഡേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ രാഷ്ട്രത്തിൽ നിന്ന് ഇത്രയും മൈൽ അകത്ത് കടലിൽ നമുക്കത് ടെറിട്ടോറിയൽ വാട്ടറാണ്. അത് കഴിഞ്ഞാൽ വേറെ ഒരു അനന്തമായ കടലാണ്. അതേമാതിരി ആകാശത്ത് നമുക്ക് ടെറിട്ടോറിയൽ ഏരിയ ഉണ്ട്. അതേമാതിരി സ്ഥലത്തും അല്ലെങ്കിൽ ഭൂമിയിലും ടെറിട്ടോറിയൽ. അപ്പോൾ ഈ രണ്ട്, ഫോർ എക്സാമ്പിൾ നമ്മളുടെ പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും ഇടയിൽ ഒരു ഇറ്റ് ഈസ് എ പ്ലേസ്. ആ സ്ഥലത്തിന് രണ്ട്, പാകിസ്ഥാന്റെ ബോർഡറും നമ്മുടെ ടെറിട്ടറി ബോർഡറും, ഇത് രണ്ടിനും നടുവിൽ വരുന്നത് ആ സ്ഥലത്തിന് നമ്മൾ നോമാൻസ് ലാൻഡ് എന്ന് പറയും. കാരണം അത് പാകിസ്ഥാന്റെ അല്ല, നമ്മളുടെ അല്ല, ഇന്ത്യൻസിന്റെ അല്ല. അപ്പൊ അങ്ങനെ ഒരു ടെറിട്ടറി നിർബന്ധമായിട്ട് ഒരു സ്റ്റേറ്റിന് വേണം, അല്ലെങ്കിൽ അത് ശരിയാവില്ല. ഇന്ത്യൻ സ്റ്റേറ്റോ അല്ലെങ്കിൽ കേരള സ്റ്റേറ്റോ ഇപ്പൊ ബോർഡർ കടക്കുമ്പോഴത്തേക്ക് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ബോർഡർ കടന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഹിന്ദുസ്ഥാനി കടന്നു കഴിഞ്ഞാൽ അടുത്തവർ ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പൊ അതാണ് ബോർഡർ ക്രോസ് ചെയ്യാന്ന് പറയാം. പിന്നെ ഗവൺമെന്റ്, ഏത് വിധത്തിലുള്ള ഗവൺമെന്റ് ആണ് വരിക എന്നുള്ളത് അവിടുത്തെ ജനതയാണ് നിശ്ചയിക്കുന്നത്. എങ്ങനത്തെ വേണം നമുക്ക് കിട്ടാനുള്ള സോവർണിറ്റിയും, ഇത് 4 കാര്യങ്ങളും പോപ്പുലേഷൻ, ടെറിട്ടറി, ഗവൺമെന്റ്, സോവർണിറ്റി, ഇത് 4 കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ ഘടകങ്ങളാണ് ഈ സ്റ്റേറ്റിന്റെ. ഇനി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ പല ഫിലോസഫേഴ്സും തിങ്കേഴ്സും അവരുടെ വ്യൂസ് ആണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം ഹേഗൽ പറഞ്ഞത് എന്താന്ന് വെച്ചാല് സ്റ്റേറ്റില് ജീവിതത്തിൽ അല്ലെങ്കിൽ സംസ്ഥാനം മാർച്ച് ഓഫ് ഗോഡ് അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു മാർച്ചാണ്. ഭൂമിയിൽ ദൈവത്തിന്റെ പ്രാധാന്യം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞു ഡിവൈൻ റൈറ്റ് തിയറി, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദൈവം ഞങ്ങളിൽ കൂടെ നിങ്ങളെ ഭരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ ഡിവൈൻ റൈറ്റ് തിയറി. അരിസ്റ്റോട്ടിൽ ഫേമസ് ഫിലോസഫർ പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാല് ഒരു മനുഷ്യനും അയാളെ ഒരു മെമ്പറാണ്, ഒരു പോളീസിന്റെ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിന്റെ മെമ്പർ അല്ലെങ്കിൽ ഒരു കൺട്രിയുടെ മെമ്പർ ആയാൽ കൂടെ അവന് അവൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഗുണങ്ങൾ അവന്റെ നല്ല ഗുണങ്ങളാണ് അവന് നല്ല ജീവിതം ഉണ്ടാക്കുക എന്നാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുള്ളത്. മിക്കാവലി പറഞ്ഞത് എന്താന്ന് വെച്ചാല് ഒരു അധികാരം, ഒരു സ്റ്റേറ്റിന് വെച്ചാൽ സ്റ്റേറ്റിന് മനുഷ്യനെ അല്ലെങ്കിൽ അവിടുത്തെ ജനതയെ ഭരിക്കാനുള്ള ഒരു അധികാരം, പവർ, അതാണ് അങ്ങേരുടെ അഭിപ്രായത്തിൽ. പക്ഷെ ആ അധികാരത്തിന് അങ്ങേര് കൊടുത്തിട്ടുള്ളത് എന്താന്ന് വെച്ചാല് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് അവിടുത്തെ ഗവൺമെന്റിന് അല്ലെങ്കിൽ ആ അധികാരം എക്സസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഡ്യൂറബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ സ്ട്രെങ്ത് ഉള്ള ഗവൺമെന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ശക്തിമാനായ ഒരു ഗവൺമെന്റ് ആയിരിക്കണം. എപ്പോഴും മാറുന്നവരെ മോറൽ സൈഡ് വീക്ക് ആയിട്ടുള്ളവരെ ആകാൻ പാടില്ല. അപ്പോൾ അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ജിയാൻ ബോർഡിൻ സ്റ്റേറ്റ്സ് പറയുന്നു എല്ലാ വിധത്തിലുള്ള അധികാരങ്ങളും ഒരാളിൽ നമുക്ക് ഒരു നിക്ഷിപ്തം, നോട്ട് ഒരു സോവർണിറ്റി അല്ലെങ്കിൽ നമ്മളുടെ റൂള് നമ്മൾ ഡ്യൂറബിൾ ആയിട്ട് കൊണ്ടുപോകാനും അത് കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോകാനുമുള്ള ഒരു പവർ ഉണ്ടായിരിക്കണം. അപ്പോൾ മാത്രമേ ആ സ്റ്റേറ്റിന്റെ ഇംപ്രൂവ്മെന്റ് വരുള്ളൂ. തോമസ് ഹോബ്സ് എന്താ പറയുന്നത്? തോമസ് ഹോബ്സ്, ജോൺ ലോക്ക്, റൂസോ ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഈ സ്ഥാനം, രാഷ്ട്രം എങ്ങനെ വരുന്നു? ഒരു കോൺട്രാക്ട്, മ്യൂച്വൽ കോൺട്രാക്ട് എന്ന് പറയാം. നമ്മൾ പറയുന്നു ഞാൻ ഒരു എഗ്രിമെന്റ് എഴുതുകയാണ്, നമ്മൾ ഒരു വീടുണ്ട്, ആ വീടിനെ വാടകയ്ക്ക് കൊടുക്കുന്നു, നിങ്ങൾ വാടകക്കാരൻ, ഞാൻ വാടകയ്ക്ക് കൊടുക്കുന്ന അധികാരി. അപ്പോൾ നമ്മൾ തമ്മിൽ ഈ വീട്ടിൽ നിങ്ങൾ ഇത്ര മാസം ഇത്ര റെന്റിൽ താമസിക്കാം, അതിനാണ് നമ്മൾ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കും. അല്ലെങ്കിൽ നാളെ 5-6 വർഷങ്ങൾ കഴിഞ്ഞോ അല്ലെങ്കിൽ 10 വർഷങ്ങളും അവിടെ ആരും ഇല്ലെങ്കിൽ ആ വീടിന്റെ ഉടമസ്ഥ സ്ഥാനം അവർ കൊണ്ടുപോകില്ലേ? അതേമാതിരി നമ്മള് ഇവിടെ പറഞ്ഞത്, തോമസ് പറഞ്ഞിട്ടുള്ളതും റൂസോ പറഞ്ഞിട്ടുള്ളത് ഒരു സോഷ്യൽ കോൺട്രാക്ട് എന്നാണ്. ഈ സോഷ്യൽ കോൺട്രാക്ട് മുഖാന്തരം ആര് തമ്മിലാണ് കോൺട്രാക്ട്? ഭരിക്കപ്പെടുന്നവരും ഭരണാധികാരിയും തമ്മിലുള്ള കോൺട്രാക്ട്. എന്തിനെ പറ്റിയുള്ള കോൺട്രാക്ട്? എനിക്കുള്ള അവകാശം എന്താണ്, എനിക്കുള്ള ഡ്യൂട്ടി എന്താണ്, ഇതിനാണ്, ഈ കോൺട്രാക്റ്റിനെയാണ് നമ്മൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞിട്ടുള്ള റൂസോ, ജോൺ,
തോമസ് ഹോക്കൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇത് ഒരു നമ്മൾ പരസ്പരമുള്ള കോൺട്രാക്ട്. ഞാൻ നിങ്ങളിൽ വിശ്വസിച്ച് എൻ്റെ വോട്ട് നിങ്ങൾക്ക് തരുന്നു. അപ്പോൾ അവിടെ ഞാൻ ഭരണഘടനയുടെ സമൂഹത്തിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തു കഴിഞ്ഞു. നാളെ നിങ്ങൾ അതിന്റെ എൻ്റെ വിശ്വാസത്തിന്റെ ഒപ്പത്തിന് നിങ്ങൾ എത്തിയില്ലെങ്കിൽ അത് അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് കിട്ടില്ല. അപ്പൊ അങ്ങനെയാണ് അത് കരുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഡിഫറെന്റ് ഫോംസ് ഓഫ് സ്റ്റേറ്റ് പറയുമ്പോൾ നമ്മൾ ട്രൈബൽ സ്റ്റേറ്റ്, ഓറിയന്റൽ സ്റ്റേറ്റ്, ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്, റോമൻ വേൾഡ്, ഫ്യൂഡൽ സ്റ്റേറ്റ്, മോഡേൺ നേഷൻ, ഇതൊക്കെ പല വിധത്തിലുള്ള സ്റ്റേറ്റുകൾ നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോ ലിബറൽ ആൻഡ് മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ്സ് നോക്കുമ്പോൾ എന്താണ് നമ്മൾ ലിബറൽ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്? ഓരോ വ്യക്തിയെയും ആ വ്യക്തി സമൂഹത്തിൽ അവന് കിട്ടേണ്ടുള്ള എല്ലാവിധമായ സൗകര്യങ്ങളും കിട്ടണം. ഒരാളും എനിക്ക് കിട്ടാനുള്ളതിൽ വേറൊരാളെ ഇന്റർഫിയർ ചെയ്യാണ്ടിരിക്കുക. രണ്ടാമത് നമ്മൾ പറയുന്നത് 20ാം നൂറ്റാണ്ടിൽ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു എല്ലാ വിധത്തിലുള്ള എല്ലാവർക്കും അവനവൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യത്തിൽ സോഷ്യലായിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ വേണം. പുതിയതായിട്ട് ഇപ്പൊ അതായത് കണ്ടംപററി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ സ്റ്റേറ്റിലാണ്. ആ സ്റ്റേറ്റിലാണ് നമ്മൾ എന്താണ് നിയോ ലിബറലിസം അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? മിനിമം റോളിലും പ്രൈവസിയും നമ്മൾ അറ്റാക്ക് ചെയ്ത് മാർക്കറ്റിന്റെ ഷെയർ മാർക്കറ്റിന്റെ ഫോഴ്സിൽ കൂടെ അവിടെ രാഷ്ട്രത്തിന്റെ ഒരു ഭരണഘടനയുടെ അല്ലെങ്കിൽ സാമ്പത്തികം ഭദ്രത ഉണ്ടാവുന്നു. മാർക്സിസ്റ്റ് റിജക്ട് ചെയ്യുന്നു ഇതെല്ലാം. അവര് പറയുന്നത് എന്താന്ന് വെച്ചാല് ഒരു ക്ലാസും പാടില്ല, അവിടെ ഒരു ക്ലാസ്ലെസ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി അതാണ് ചെയ്യേണ്ടതെന്നാണ് അവർ പറയുന്നത്. ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്സിൽ എന്താ പറയുന്നത് വെച്ചാല് സ്ത്രീകളുടെ സ്വാതന്ത്ര്യം രണ്ട് വിധത്തിൽ പറയുന്നു, റാഡിക്കലും ലിബറലും. ലിബറൽ പറയുന്നത് ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ സംസ്ഥാനം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. എന്തിലെ റോള്? ആണിനെയും പെണ്ണിനെയും ഒരേ വിധത്തിൽ അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യുന്ന, അവർക്ക് അവരുടെ വിഷമങ്ങളും കഷ്ടങ്ങളും മാറ്റിക്കൊടുക്കാനുള്ള ഒരു വെൽഫെയർ സ്റ്റേറ്റ് കൊണ്ടുവരണം എന്നാണ് സ്ത്രീകളുടെ ഡിമാൻഡ്. റാഡിക്കൽസിന്റെ അഭിപ്രായത്തിൽ ഇത് ഒരു സ്റ്റേറ്റ് ഒരു പവറാണ്, ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ടൂളാണ്. പവറിന് അൺഈക്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും വ്യത്യാസമുള്ള ലേബർ ഇൻ ഫാമിലിയിൽ തന്നെ സ്ത്രീകൾ വ്യത്യാസങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ്. അപ്പൊ ഈ എല്ലാ വിധത്തിലും അതിനെ സൂക്ഷിച്ചു കൊണ്ടുപോവുക. നിയോ ലിബറലിസം എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ആദ്യമായിട്ട് ഉണ്ടായത് ട്രീറ്റി ഓഫ് വെസ്റ്റ്ഫാലിയ 1648 ഇതിൽ എന്താ വെച്ചാൽ ഒരു ടെറിട്ടറി ബിറ്റ്വീൻ രണ്ട് സ്റ്റേറ്റിൽ തമ്മിലുള്ള വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കുക. എസ്റ്റാബ്ലിഷ്മെന്റ് ഗവൺമെന്റ് നേഷൻ സ്റ്റേറ്റ് ആണോ അല്ല പഴയ വിധത്തിലാണോ എന്ന് കണ്ടുപിടിക്കുക. അമേരിക്കനും ഫ്രഞ്ച് റവല്യൂഷൻ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് നമുക്കറിയാം. ആ രാജഭരണം അല്ലാത്തത് കൊണ്ടാണ് അവിടെ റവല്യൂഷൻ വിപ്ലവം കെട്ടിപ്പടുത്തതും അതിനെ അവിടെ നേഷൻ സ്റ്റേറ്റ് ആയിട്ട് മാറിയത്. 20ാം നൂറ്റാണ്ടിലാണ് നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിയോ ലിബറലിസം എന്ന് പറയും. നിയോ ലിബറലിസം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്റ്റേറ്റിന്, സംസ്ഥാനത്തിന് ഒരു റോൾ ഉണ്ട്. ആ റോൾ എന്താ വെച്ചാൽ മിനിമം റോള്, കൂടുതലായിട്ട് മാർക്കറ്റിലേക്ക് അറ്റാക്ക് ചെയ്യാണ്ട് സ്റ്റേറ്റിനെ കൊണ്ടുപോവുക, മുൻവശം കൊണ്ടുപോവുക. ഇനി ഫാമിലി, എങ്ങനെയാണ് ഫാമിലി കൊണ്ടുപോകേണ്ടത്? നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു, ഫാമിലി ബയോളജിക്കൽ സോഷ്യൽ യൂണിറ്റ് ആണ്. ഹസ്ബൻഡ് വൈഫും കുട്ടികളും എന്നുള്ള അതേമാതിരി തന്നെ ആ സോഷ്യൽ ഗ്രൂപ്പിനെ ചേർന്ന് വരുമ്പോൾ പല വിധത്തിലും അത് പല ഹൗസ് ഹോൾഡ് എല്ലാ വിധത്തിലും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിന് നല്ല വിധത്തിൽ ഹസ്ബൻഡ് വൈഫ് മദർ ഡോട്ടർ എല്ലാവരും ഒരു നല്ല ഒരു കൾച്ചറലായിട്ട് കൊണ്ടുവരിക. അതാണ് ഫാമിലിന്റെ കോൺസെപ്റ്റ്. റോസോന്റെ തിയറി പ്രകാരം 4 സബ്സ്ട്രക്ചർ ഉണ്ട്. ഇക്കോളജിക്കൽ സബ്സ്ട്രക്ചർ, അതായത് ആ കുടുംബത്തിലുള്ളവരുടെ മെമ്പേഴ്സും അവരുടെ കുടുംബാംഗങ്ങളും. പിന്നെ വരുന്നത് അവരുടെ ആ കുടുംബത്തിലുള്ള ഡ്യൂട്ടിയും അവരുടെ സ്വാതന്ത്ര്യവും അവരുടെ റൈറ്റും, അവരുടെ എന്തൊക്കെ ചെയ്യാം, ആര് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നല്ല. പിന്നെ വരുന്നത് പവർ ആൻഡ് അതോറിറ്റി, ആര് കൺട്രോൾ ചെയ്യുന്നു, അച്ഛൻ കൺട്രോൾ ചെയ്യുന്നു, അമ്മ കൺട്രോൾ ചെയ്യുന്നു. അല്ലെങ്കിൽ അടുത്തതായിട്ട് 4ാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത് നമ്മളുടെ സ്വന്തമായിട്ടുള്ള സെന്റിമെന്റ്സ് ആണ്. ഓരോരുത്തരുടെയും റിലേഷൻഷിപ്പ്, എന്റെ റിലേഷൻ ഹസ്ബൻഡിന്റെ അടുത്ത് എങ്ങനെയായിരിക്കും, മക്കളുടെ അടുത്ത് എങ്ങനെയായിരിക്കും എന്നുള്ള ആ റിലേഷൻഷിപ്പിനാണ് റൂസോ 4ാമത്തെ സ്ട്രക്ചർ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ ഫാമിലി എന്നുള്ളത് നമ്മൾ നേരത്തെയും പറഞ്ഞു, ഇത് വളരെ സോഷ്യലായിട്ട് യൂണിറ്റി, ചെറിയ ഒരു യൂണിറ്റ് ആണ്. അതിനെ നമ്മൾ റീപ്രൊഡക്ഷൻ മാത്രമല്ല
നമ്മൾ ഇനിയും നല്ലൊരു കുടുംബത്തിനെ മെന്റലായിട്ടും ഇമോഷണലായിട്ടും സാറ്റിസ്ഫാക്ഷൻ കൊണ്ടുവന്ന് ആ ഫാമിലിക്കുള്ള എല്ലാവിധ സൗകര്യങ്ങളും കൊടുത്ത് നല്ല വിധത്തിൽ നല്ല ഒരു സാഹചര്യം ഉണ്ടാക്കി കുട്ടികൾക്ക് വാല്യൂ പറഞ്ഞു കൊടുക്കുക, മോറൽസ് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഒരു ഫാമിലിന് അപ്പോൾ മാത്രമേ ഒരു ശരിയായിട്ടുള്ള ഡെമോക്രസി വരുള്ളൂ. ഇവിടെ സ്റ്റേറ്റിലും റിലേഷൻഷിപ്പ്, ഫാമിലിക്കുള്ള റിലേഷൻഷിപ്പില് നമ്മൾ നേരത്തെ ഗ്രീക്ക് വ്യൂവിൽ പറഞ്ഞു, ഒരു കാരണവശാലും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ആ സ്റ്റേറ്റ് ആവശ്യമില്ലാണ്ട് ഇന്റർഫിയർ ചെയ്യരുത്, ഗവൺമെന്റിന്റെ പോളിസികൾ ഇതിൽ കൊണ്ടുവരാൻ പാടില്ല. അതേമാതിരി പ്രൈവറ്റ് പ്രോപ്പർട്ടി, എനിക്ക് സ്ഥലം വാങ്ങാനും ജീവിക്കാനും സ്വത്ത് സമ്പാദിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം, പക്ഷെ അതിൽ കറപ്ഷൻ പാടില്ല, അല്ലെങ്കിൽ മാൽ പ്രാക്ടീസ് പാടില്ല. അപ്പൊ അങ്ങനെയാണ് പ്ലേറ്റോ പറഞ്ഞിട്ടുണ്ട്, സൊസൈറ്റിയിൽ ആവശ്യമില്ലാതെ സെൻസിറ്റിവിറ്റി ഉണ്ടാക്കി ഫീമെയിൽസിനെ അല്ലെങ്കിൽ ലേഡീസിനെ വളരെ പാസീവായിട്ട് കണ്ടിരുന്ന കാലങ്ങൾ ഉണ്ടായിരുന്നു അന്ന്, പഴയ കാലത്ത്. ഇപ്പോൾ അങ്ങനെയല്ല. അരിസ്റ്റോട്ടിൽ പറയുന്നത് അല്ല, ഫാമിലിയിൽ എല്ലാവർക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഇമ്പോർട്ടൻസ് എല്ലാ മനുഷ്യരുടെയും അവനവന്റെ മോറൽ സൈഡിലും എല്ലാവരുടെയും നന്മയിലും കൂടെ വേണം കൊണ്ടുവരാനായിട്ട്. നമ്മുടെ മാർക്സിസ്റ്റ് വ്യൂവിൽ പറയുമ്പോൾ ഫാമിലി സ്റ്റേറ്റ് റിലേഷൻഷിപ്പില് ഒരു ക്യാപിറ്റലിസ്റ്റും അല്ലാണ്ട് ഒരു അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് പാടില്ല. ഫെഡറിച്ച് പറയുന്നു 3 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, പ്രൈവറ്റ് പ്രോപ്പർട്ടി, ഫാമിലി, സ്റ്റേറ്റ്. ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. ആ ഫാമിലി റിലേഷൻ നല്ല വിധത്തിൽ ഡെവലപ്പ് ആയാൽ നമ്മുടെ പ്രോപ്പർട്ടി റിലേഷൻ നല്ലമാവും. മാർക്സും ഏഞ്ചൽസും ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ളത് സൂപ്പർഫിഷ്യലായിട്ട് പോവാൻ പാടില്ല, പ്രൈവറ്റ് പബ്ലിക്കിന് എല്ലാം വേണ്ട വിധത്തിൽ കൊണ്ടുപോകണം. മാർക്സിസ്റ്റ് പറയുന്നത് ഡസ് നോട്ട്, എന്താ പറയാ വെച്ചാല് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഫാമിലിയിൽ ഒരു കാരണവശാലും ആവശ്യമില്ലാത്ത കോൺട്രഡിക്ഷൻസ് കൊണ്ടുവരാൻ പാടില്ല. ലിബറൽ ആയിട്ടുള്ള 2 കോൺസെപ്റ്റ് തിയറി ഉണ്ട് ലിബർട്ടിയിൽ. ഒന്ന് പ്രൈവറ്റ് ലൈഫ്, ഒന്ന് പബ്ലിക് അതോറിറ്റി. ഇങ്ങനെ വരുമ്പോൾ പ്രൈവറ്റ് സ്റ്റേറ്റും അതിന്റെ ഇൻഡിവിജ്വൽസ്, പ്രൈവറ്റ് എന്ന് നമ്മൾ പറയുന്നത് എപ്പോഴും അവരുടെ ഇൻഡിവിജ്വൽസ് ആണ്, അവരുടെ രാഷ്ട്രത്തിലുള്ളവരാണ്. ക്ലാസിക്കൽ തിയറിയിൽ പറയുന്നു ഒരു ഫാമിലിനെ നമ്മൾ ഒരു ബയോളജിക്കൽ യൂണിറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ആ ബയോളജിക്കൽ യൂണിറ്റ് വളരെ നന്നായിട്ട് കൊണ്ടുവരണം. ലോക്ക് പറയുന്നു ഫാമിലി മുഴുവനും വോളണ്ടിയറായിട്ട് നമ്മൾ സമ്മതത്തോടെയാണ് ഭാര്യ ഭർത്താവ് ആവുന്നതും അവർ സ്റ്റേറ്റിൽ ഇന്റർഫിയർ ചെയ്യുന്നതും. സ്റ്റേറ്റ് അനാവശ്യമായിട്ട് ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ തടയിടുന്നത് അവസാനിപ്പിക്കുക. ജോൺ റോൾസ് എന്താ പറഞ്ഞു വെച്ചാല് ഫാമിലിയില് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, അവർക്ക് അവരുടേതായ ജസ്റ്റിസ് ഉണ്ടാവും, അവരുടേതായ ട്രഡീഷൻസ് ഉണ്ടാവും, അവരുടേതായ കൾച്ചറൽ ട്രഡീഷൻസ് ഉണ്ട്. അതിന്റെ പാട്ടിൽ നടക്കട്ടെ എന്ന് വിട്ടിരിക്കണം, ഗവൺമെന്റ് തലയിടാൻ പാടില്ല. ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവിൽ ഞാൻ ഇത് തന്നെയാണ് നേരത്തെ പറഞ്ഞത്. ഈ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവിൽ പറയുന്നത് എന്താന്ന് വെച്ചാല് സ്ത്രീകൾ വളരെ അനുഭവിക്കുന്നുണ്ട്. കുടുംബങ്ങളിൽ തന്നെ ചില കുടുംബങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം അവിടത്തെ ആ പുരുഷന്മാരായിരിക്കും സ്ത്രീകളെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ അവരുടേതായ കൺട്രോളിലായിരിക്കും കുടുംബം പോകുന്നത്. അപ്പോൾ അതിനെ അന്യ തരത്തിൽ വിട്ടിരിക്കുക. സ്ത്രീകൾ ചോദിക്കുന്നത് ഇപ്പോൾ അവർക്ക് സ്വാതന്ത്ര്യം വേണം, എല്ലാ വിധത്തിലും ഡൊമസ്റ്റിക് ലേബർ എന്നുള്ളത് മാറ്റി അവരെ ഈക്വൽ ആയിട്ട് നോക്കുക. ജെ.എസ്. മില്ല് നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഫെർട്ടൈൽ ഗ്രൗണ്ട് ആണ്, എല്ലാ നല്ല മനുഷ്യന്മാരെയും കെട്ടിപ്പടുത്തം ഉണ്ടാക്കാനുള്ള ഒരു സിസ്റ്റം ആയിരിക്കണം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവുക. ആ കുടുംബത്തിന് നല്ല കുടുംബം നാളെ നല്ല സിറ്റിസനെ തരും. ഇനി ബ്രോഡായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വളരെ വിമനിമിസ്റ്റ് ആയിട്ട് നോക്കുമ്പോൾ എല്ലാ വിധത്തിലുള്ള ന്യൂക്ലിയർ ഫാമിലിയില് ഹസ്ബൻഡ് വൈഫും അവരുടെ കുട്ടികളും ഫെമിനിസ്റ്റിലാണെങ്കിൽ അവർ പറയും ജെൻഡർ റിലേഷൻഷിപ്പ് ഒരു സ്ട്രെയിൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വരാണ്ട് കൊണ്ടുവരിക. ചലഞ്ചസ്, സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നല്ല വിധത്തിൽ എടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ടുവരുന്നത് എന്താന്ന് വെച്ചാല് ഫാമിലിയുടെ സ്റ്റേറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നന്നായിട്ടിരിക്കണം. ഫാമിലി സ്മോളസ്റ്റ് യൂണിറ്റ് ആണ്, ഒരു സ്റ്റേറ്റിന്റെ സ്മോളസ്റ്റ് യൂണിറ്റ് ആണ്. അത് മാത്രമല്ല അവിടെ ബയോളജിക്കലും പേഴ്സണൽ യൂണിറ്റ് ആണ്. അപ്പൊ ഒരു ഫാമിലിയില് ഇൻഡിവിജ്വൽസ് ഉണ്ടാവും, പല വിധത്തിലുള്ള ഇൻഡിവിജ്വൽസ്, പല പല ടെമ്പറാമെന്റിൽ ഉണ്ടവരുണ്ടെങ്കിൽ അതേമാതിരി നമ്മൾ എങ്ങനെ യോജിച്ചു പോകുന്നു അതേമാതിരി സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായ സൊസൈറ്റിയിലും നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. ഫാമിലി റിലേഷൻഷിപ്പ് ക്ലോസ് ആയിട്ട് കൊണ്ടുപോയി സ്റ്റേറ്റ് അനാവശ്യമായിട്ട് തലയിടാണ്ടിരിക്കുക. സ്റ്റേറ്റിന് ഇന്റർഫിയറൻസ് ചെയ്യാൻ വഴിയുണ്ട്, കാരണം മാരേജോ
ഡൈവോഴ്സോ ഒക്കെ നടക്കണമെങ്കിൽ സ്റ്റേറ്റിന്റെ പെർമിഷൻ വേണം. അപ്പോൾ സ്റ്റേറ്റ് അവിടെ എത്രത്തോളം ടെർമിനേഷൻ ഒരു വിവാഹ ജീവിതം വേണ്ടാന്ന് വെക്കണമെങ്കിൽ നമുക്ക് സ്റ്റേറ്റിന്റെ അപ്രൂവൽ വേണം. അപ്പൊ അങ്ങനെയാണ് സ്റ്റേറ്റ് ആവശ്യമുള്ളപ്പോൾ മാത്രം തലയിടുക, അല്ലാത്ത പക്ഷം അവരെ അവരുടേതായ ജീവിതത്തിലേക്ക് വിട്ടിരിക്കുക. അപ്പൊ ഇത്രയും നേരം എന്നെ സഹിച്ച് കേട്ടതിന് എല്ലാവർക്കും ഒരു നമസ്കാരം. ഇതോടുകൂടി ഈ ടോപ്പിക്, ഈ ലെസൺ BPSC 131 തീരുകയാണ്. എല്ലാ ലെസൺസും കംപ്ലീറ്റ് 14 യൂണിറ്റ് ഞാൻ കവർ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ റീഡിംഗ് മെറ്റീരിയൽ വായിക്കുക, നല്ല വിധത്തിൽ പ്രിപ്പയർ ചെയ്യുക, പരീക്ഷയ്ക്ക് വേണ്ട പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ശുഭാശംസകൾ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. നന്ദി, നമസ്കാരം.